എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ആ പ്രകൃതി ശക്തിയുടെ പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു യജ്ഞത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 11. അതിൽ 21 ശ്ലോകങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കുറച്ച് കൂടുതൽ ശ്ലോകങ്ങൾ ഇതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് അങ്ങ് കട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അത് നന്നായി മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് ഇത്രയധികം ശ്ലോകങ്ങൾ ഒരുമിച്ച് പോകുന്നത്. ഈ ഇന്നത്തെ ഒരു സത്സംഗത്തോടു കൂടി 11ാമത്തെ അധ്യായം അവസാനിക്കും. അപ്പോൾ 11ാമത്തെ അധ്യായം കാലം നിർണയം, എങ്ങനെയാണ് സമയം കണക്കാക്കപ്പെട്ടത്, കാലം കണക്കാക്കപ്പെട്ടത് എന്നാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ ഭാഗവതത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വിദുരർ ചോദിച്ചിരുന്നു മഹർഷിയോട് പ്രകൃതി എന്ന ശക്തിയെ, കാലം എന്ന ശക്തിയെക്കുറിച്ച്. അപ്പോൾ 2 രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. വസ്തുവായിട്ട്, ദ്രവ്യത്തിൻ്റെ രൂപത്തിൽ. വസ്തു എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് കാണുന്ന സകല വസ്തുക്കളും ആ ഭഗവാന്റെ ശരീരരൂപങ്ങളാണെന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വസ്തുവായിട്ട് നമ്മൾ ആ പ്രകൃതി ശക്തിയെ അറിയുന്നു. പിന്നെ സമയമായിട്ടും അറിയുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ വസ്തു എന്ന് പറയുന്ന പരമാണു, അതാണ് ഏറ്റവും ചെറിയ വസ്തു. ആ പരമാണു, അങ്ങനെ ഒരു പരമാണു, ആ പരമാണു ആണ് ഏറ്റവും ചെറിയ ദ്രവ്യം. അതിൽ നിന്നും അങ്ങനെ കോടാനുകോടി പരമാണുക്കൾ കൂടി യോജിച്ചുകൊണ്ട് പരമമഹാൻ എന്ന പേരിൽ ഈ ഭൗതിക പ്രപഞ്ചം ഉണ്ടായത്. ആ ഏറ്റവും വലിയ ഭൗതിക പ്രപഞ്ചത്തെ, സർവചരാചരങ്ങളും ചേർന്ന പ്രപഞ്ചത്തെ പരമമഹാൻ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് പരമാണു. മനസ്സിലായി? അപ്പോൾ ആ പരമാണു ആണ് ആ പ്രകൃതി ശക്തി എടുത്ത ഏറ്റവും ചെറിയ, പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ അണു. ഏറ്റവും വലുത് പരമമഹാൻ എന്ന പേരിലുള്ള ഈ ഭൗതിക പ്രപഞ്ചം. നമുക്കറിയാം 2 പരമാണു ചേർന്നതാണ് ഒരു അണു ഉണ്ടായത്. ആ അണു വളരെ ചെറുതാണ്. ആ അണു, അതിൽ നിന്നും പിന്നീട് 3 അണുക്കൾ ചേർന്നതാണ് ത്രസരേണു എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതായത് സൂര്യപ്രകാശത്തിൽ നമ്മൾ പൊടിപടലങ്ങളെ കാണില്ല അന്തരീക്ഷത്തിൽ. അതാണ് ഈ ത്രസരേണു എന്ന് പറയുന്നത്. ഈ ത്രസരേണു അതുപോലെ 3 ത്രസരേണു കൂടി ചേർന്ന് അതുപോലെ തന്നെ 3 ത്രസരേണുക്കൾ കൂടിച്ചേരുന്ന സമയത്തെയാണ്, പിന്നീട് അവിടെ നിന്ന് മുതൽ നമ്മൾ കാണുന്നത് സമയത്തെയാണ്. അതായത് പ്രകൃതിശക്തി ദ്രവ്യത്തിൻ്റെ രൂപത്തിൽ പരമാണുവായും പരമമഹാൻ എന്ന പ്രപഞ്ചമായും കാണുന്നു. ഇനി സമയരൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പരമാണു ഉണ്ടാവാൻ, ആ സ്ഥലത്ത് ഉണ്ടാവാൻ എടുക്കുന്ന, വ്യാപിക്കാൻ എടുക്കുന്ന സമയം, ഒരു പരമാണു. അപ്പോൾ എത്ര ചെറുതായിരിക്കും നോക്കൂ. അതുണ്ടാവാൻ എടുക്കുന്ന സമയമാണ് ഏറ്റവും ചെറിയ സമയം. അതിനെ പരമാണു സമയമെന്നും, പിന്നെ ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവാനുള്ള സമയമാണ് ഏറ്റവും വലിയ പരമമഹാൻ സമയം എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പരമാണു ഉണ്ടാവാനുള്ള സമയം ഏറ്റവും ചെറിയ സമയം, അത് പരമാണു സമയം. അതിൽ കഴിഞ്ഞ് 2 പരമാണുക്കൾ കൂടിച്ചേർന്ന് ഒരു അണു ഉണ്ടാവാനുള്ള സമയം അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു സമയം. അപ്പോൾ ഈ സമയം എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത് എന്നത് നിങ്ങൾക്കറിയാലോ. ആരെ നോക്കിയിട്ടാണ്, ആരെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ സമയം കണക്കാക്കുന്നത്? ആരെ ആശ്രയിച്ചിട്ടാണ്? സൂര്യദേവൻ അല്ലേ, ആദിത്യ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ സമയത്തെ കണക്കാക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കുന്നു ഒരു പരമാണു, ആ ശൂന്യമായ സ്പേസിൽ ഒരു പരമാണു ഉണ്ടായിരിക്കാം. ആ സൂര്യൻ എങ്ങനെയാണ് അതിൻ്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് അല്ലേ.
അപ്പോൾ സൂര്യനെ നോക്കി എങ്ങനെ സമയം കണക്കാക്കിയെന്നാണ് പറയുന്നത്. ആ പ്രകൃതി ശക്തി നമുക്ക് സമയം അറിയാൻ വേണ്ടി എടുത്ത രൂപമാണ് സൂര്യഭഗവാന്റെ. അപ്പോൾ സൂര്യഭഗവാൻ ആ ഭ്രമണപഥത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. അപ്പോൾ ഒരു പരമാണു ഉണ്ടായി ആ പരമാണു ആയി തീരാൻ ആ സ്ഥലത്ത് ആ ഒരു ശൂന്യമായ സ്പേസിൽ ഒരു പരമാണു എന്ന ആ മണി, ആ കണം, ആ കണിക ഉണ്ടാവാനായിട്ട് എടുക്കുന്ന സമയം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? സൂര്യനെ നോക്കിയിട്ട് സൂര്യഭഗവാൻ ഇങ്ങനെ ഭ്രമണപഥത്തിൽ ചുറ്റില്ലേ. അപ്പോൾ ഒരു പരമാണു ആ സ്പേസിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യഭഗവാൻ ഇങ്ങനെ വന്ന് ആ പരമാണു ഉണ്ടാവാൻ ഉള്ള സമയം, സൂര്യൻ കടക്കുന്നത് എത്ര നേരമാണ്, സൂര്യദേവൻ അതിനുള്ള സമയം എത്ര നേരമാണ് കടക്കുന്നത്, ആ പരമാണുവിനെ കവച്ച് കിടക്കാൻ എത്ര സമയം എടുത്തു, അതാണ് പരമാണു സമയം. അപ്പോൾ സൂര്യഭഗവാനെ നോക്കിയാണ് നമ്മൾ അത് നിശ്ചയിക്കണേന്ന്. മനസ്സിലായോ? ആ പരമാണു ആ സ്ഥലത്ത് ഉണ്ടായപ്പോൾ അത് ഉണ്ടാവാനായിട്ട് സൂര്യഭഗവാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ആ പരമാണുവിനെ കവച്ച് കിടക്കാൻ, അതിനെ മുറിച്ച് കിടക്കാൻ ആ സൂര്യഭഗവാൻ എടുക്കുന്ന സമയം, പരമാണുവിൻ്റെ സമയം, മുറിച്ച് കിടക്കാൻ എടുക്കുന്ന സമയം, അതാണ് പരമാണു സമയം, സമയങ്ങളിൽ ഏറ്റവും ചെറുത്. പിന്നെ 2 പരമാണുക്കൾ ചേർന്ന അണു ഉണ്ടായപ്പോൾ ഈ അണുവിനെ മുറിച്ച് കിടക്കാൻ സൂര്യഭഗവാൻ എടുക്കുന്ന സമയം, അതാണ് അതിനേക്കാൾ ചെറിയ കുറച്ചുകൂടി വലിയ സമയം, അണു സമയം. പിന്നെ നമ്മൾ കണ്ടത് ത്രസരേണു, 3 അണു കൂടി ചേർന്ന ത്രസരേണു. അങ്ങനെ 3 ത്രസരേണുക്കൾ കൂടി ചേർന്ന സമയത്തെ ത്രുടി എന്ന് വിളിച്ചു. അതായത് ആ 3 ത്രസരേണുക്കൾ കൂടി ചേർന്ന് ഉണ്ടായ വസ്തു, അതിനെ മറികടക്കാൻ സൂര്യഭഗവാൻ ഇങ്ങനെ ഭ്രമണപഥത്തിൽ അതിനെ മറികടക്കാൻ എടുക്കുന്ന സമയം, അതാണ് ത്രുടി എന്ന് പറയുന്നത്. അതിനെ നോക്കിയാണ് ആ ത്രുടി കണക്കാക്കിയത്. പിന്നെ 100 ത്രുടി ചേർന്നപ്പോൾ വിത, 3 വിത ചേർന്നപ്പോൾ ലവ, അങ്ങനെയൊക്കെ നമ്മൾ സമയത്തെ പറഞ്ഞില്ലേ. 3 ലവ ചേർന്നപ്പോൾ 3 ലവ ചേർന്നപ്പോൾ ഒരു നിമിഷം അല്ലേ. പിന്നെ 2 നിമിഷം ചേർന്നപ്പോൾ 1 ക്ഷണനേരം, 5 ക്ഷണനേരം ചേർന്നപ്പോൾ 1 കാഷ്ട, 15 കാഷ്ട ചേർന്നപ്പോൾ 1 ലഘു, പിന്നെ 15 ലഘു ചേർന്നപ്പോഴാണ് നമ്മളുടെ ഒരു അരമണിക്കൂർ 30 മിനിറ്റ് ആകുന്നത്. 15 ലഘു ചേർന്നപ്പോൾ അരമണിക്കൂറായി 30 മിനിറ്റ്, അതായത് ഒരു നാഴിക എന്ന് പറയുന്നത്. അങ്ങനെ 2 നാഴിക ചേർന്നപ്പോൾ 1 മുഹൂർത്തം, 1 മണിക്കൂറായി. അതായത് ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇത്രയും വസ്തുക്കൾ കൂടി ചേരുന്നത് കേട്ടോ, അത്രയും വസ്തുക്കൾ. ഇപ്പോൾ 3 ത്രസരേണു കൂടി ചേർന്നിട്ടുണ്ടായ വസ്തുവിനെ മറികടക്കാനെടുത്ത സമയം, അതുപോലെ 100 ത്രസരേണു എന്ന് പറഞ്ഞാൽ അത്രയും വസ്തുക്കൾ കൂടി ചേരുമ്പോൾ അതിനെ മറികടക്കാൻ സൂര്യഭഗവാൻ എടുത്ത സമയം, അതാണ് 100 ത്രസരേണു എടുക്കുന്ന സമയം, അതാണ് വിത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉണ്ടാകുന്ന വസ്തുവിനെ ഇങ്ങനെ ഭ്രമണപഥത്തിൽ ചുറ്റുമ്പോൾ, സൂര്യഭഗവാൻ ഇങ്ങനെ ഭ്രമണപഥത്തിൽ ചുറ്റുമ്പോൾ ആ ശൂന്യതയിൽ ഉണ്ടാകുന്ന വസ്തുവിനെ മറികടന്ന് ഇങ്ങനെ പോവാൻ എടുക്കുന്ന സമയം നോക്കിയിട്ടാണ് ഈ കാൽക്കുലേഷൻ നടത്തുന്നത്, ഈ നിർണയം നടത്തുന്നത്, സമയനിർണയം. അങ്ങനെ അരമണിക്കൂർ, 1 മണിക്കൂർ, അതൊക്കെ നമ്മൾ കണ്ടെത്തി. പിന്നെ 6ഉം 7ഉം നാഴിക എന്ന് വെച്ചാൽ 6ഓ 7ഓ നാഴിക കൂടി ചേർന്നപ്പോൾ ഒരു യാമം ഉണ്ടായിരുന്നു. യാമം എന്ന് വെച്ചാൽ പകലിൻ്റെ 4/1 ഭാഗം എന്ന് വെച്ചാൽ 3 മണിക്കൂർ, അതും നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു 8 യാമം കൂടി ചേർന്നപ്പോൾ മനുഷ്യൻ്റെ ഒരു പകല്. മനസ്സിലായില്ലേ? ഒരു പകലും ഒരു യാത്രയും, അതായത് 24 മണിക്കൂറായി, ഒരു ദിവസം അങ്ങനെയായി. അങ്ങനെ 15 ദിവസങ്ങൾ കൂടി ചേർന്നപ്പോൾ ഒരു പക്ഷം കിട്ടി, വെളുത്ത പക്ഷവും പിന്നെ ഒരു പക്ഷവും കറുത്ത പക്ഷവും. അപ്പോൾ 2 15 ചേർന്നപ്പോൾ നമുക്കൊരു മാസമായി. മനുഷ്യൻ്റെ ഒരു മാസം പിതൃക്കളുടെ ഒരു ദിവസമാണെന്ന് പറഞ്ഞു. പിന്നെ ഈ മാസത്തിൽ 2 മാസങ്ങൾ കൂടി ചേർന്നപ്പോൾ കാലാവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് 6 മാസം ചേർന്നപ്പോൾ അയനമുണ്ടായി. അതാണ് അപ്പോഴും സൂര്യഭഗവാൻ ഉത്തരായനം ദക്ഷിണായനം, സൂര്യഭഗവാന്റെ സഞ്ചാരം നോക്കി. അങ്ങനെ ഒരു വർഷം, മനുഷ്യൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവന്മാർക്ക് ഒരു ദിവസം, പിതൃക്കൾക്ക് ഒരു 12 ദിവസം. മനുഷ്യൻ്റെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസം, മനുഷ്യൻ്റെ ഒരു വർഷം അതാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അത്രയും കണ്ടെത്തിയില്ലേ? എന്നിട്ട് പറഞ്ഞു മനുഷ്യൻ്റെ പരമാവധി ആയുസ് 100 വർഷമാണ്, 100 വയസ്സ് വരെയാണ്, 100 വർഷമാണ് മനുഷ്യൻ്റെ പരമാവധി ആയുസ്. ഇനി മനുഷ്യൻ്റെ മാത്രമല്ല, എല്ലാ ചരാചരങ്ങളുടെയും പരമാവധി ആയുസ് ആ 100 വർഷമാണ്. മനസ്സിലായില്ലേ? എല്ലാവരുടെയും പരമാവധി ആയുസ് 100 വർഷമാണ് പറയുന്നത്. ദേവന്മാരുടെ ആയാലും പിതൃക്കളുടെ ആയാലും എല്ലാവരുടെയും പരമാവധി ആയുസ് 100 വർഷം. അപ്പോൾ ഇത്രയും പറഞ്ഞു കൊടുത്തപ്പോൾ എന്നിട്ട് സൂര്യഭഗവാനെ സ്തുതിക്കുകയാണ്. ഇത്രയും കാലനിർണയം നടത്താൻ പറ്റിയത് സൂര്യഭഗവാന്റെ ആ ഭ്രമണപഥം കാരണമാണ്. അപ്പോൾ സൂര്യഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു മൈത്രേയ മഹർഷി. അത് കഴിഞ്ഞിട്ട്
അപ്പോൾ വിതുരർ ചോദിക്കുകയാണ്, അപ്പം മനുഷ്യൻ്റെ പരമാവധി ആയുസ് 100 വർഷമാണ്. അതിൽ മനുഷ്യൻ്റെ ഒരു വർഷം എങ്ങനെയാവുന്നത്, സമയം കണക്കാക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. മനുഷ്യൻ്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കൊരു ദിവസമാണെന്ന്, അതുപോലെ മനുഷ്യൻ്റെ ഒരു മാസം പിതൃലോകത്ത് വസിക്കുന്ന പിതൃക്കൾക്ക് ഒരു ദിവസമാണെന്നും മനസ്സിലായി. അപ്പോൾ അടുത്ത ചോദ്യം വിതുരർ ചോദിച്ചത് ഇതായിരുന്നു, അതായത് 3 ലോകങ്ങളെയാണ് പ്രധാനമായിട്ടും ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആ 3 ലോകങ്ങൾ ഏതാണെന്ന്? ബ്രഹ്മാവ് ഏറ്റവും ആദ്യം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ 3 ലോകങ്ങളാണ് ആദ്യം സൃഷ്ടിച്ചത്. ആ 3 ത്രിലോകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂ, ഭുവ, സ്വഹ. ഭൂ, ഭുവ, സ്വഹ 3 ലോകങ്ങളെ, ഈ 3 ലോകങ്ങളെയാണ് ത്രിലോകങ്ങൾ എന്ന് പറയുന്നത്. അതായത് പാതാളലോകം, മർത്യലോകം എന്ന് വെച്ചാൽ ഭൂമി, ഭൂലോകം, പിന്നെ സ്വർലോകം, സ്വഹ എന്ന് വെച്ചാൽ സ്വർലോകം. അങ്ങനെ 3 ലോകങ്ങൾ. ഈ 3 ലോകങ്ങളിലാണ് നമ്മളുടെ ആവാസ വ്യവസ്ഥ, അതായത് ജീവസത്തകളുടെ ആവാസ വ്യവസ്ഥ, ആ സാഹചര്യം നിലനിൽക്കുന്നത് ഈ 3 ലോകങ്ങളിലാണ്. ശരീരരൂപത്തിൽ അവതരിച്ച് ജനിക്കുക, മരിക്കുക, ഇങ്ങനെ ചക്രം, ആ ആവാസം, അതിന് വേണ്ട ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ, അതുപോലെ പാതാള ലോകത്തും സ്വർലോകത്തും. അപ്പോൾ ഈ സ്വർലോകത്താണ് ദേവന്മാർ. അപ്പോൾ ഈ 3 ലോകമാണ്, ത്രിലോകങ്ങളാണ് ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത്. ഈ 3 ലോകങ്ങളിലാണ് ആവാസ വ്യവസ്ഥ, നമ്മുടെ ജീവിത സാഹചര്യം, ജീവിക്കാനുള്ള സാഹചര്യം, അന്തരീക്ഷവും സാഹചര്യങ്ങളും ഒക്കെ ഈ 3 ലോകങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഈ 3 ലോകങ്ങളിൽ വസിക്കുന്ന മനുഷ്യരുടെ, പിതൃക്കളുടെ, ദേവന്മാരുടെ ഒക്കെ ആയുസ് എത്രയാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിൻ്റെ മുകളിൽ വസിക്കുന്ന ഊർധ്വലോകം ഉണ്ടല്ലോ, ഏറ്റവും മുകളിലുള്ള സത്യലോകം, അതുപോലെ ജനലോകം, മഹലോകം, അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന പരമഹംസന്മാരായ യോഗികൾ, ജ്ഞാനികൾ, ബ്രഹ്മാവ്, ഇവരുടെയൊക്കെ ആയുസ് എത്രയാണ്? ദേവന്മാരെന്ന് പറഞ്ഞത് സ്വർലോകവാസികളെയാണ്. അതിൻ്റെ മുകളിൽ വസിക്കുന്ന മഹർലോകം, ജനലോകം, സത്യലോകം, ഇവിടെയൊക്കെ വസിക്കുന്ന ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന യോഗികളുടെ ആയുസ് എത്രയാണ്? അതാണ് വിതുരർ ചോദിച്ചത്. അപ്പോൾ മൈത്രേയ മഹർഷി അത് പറയാനേറ്റു മുന്നേ യുഗങ്ങളെക്കുറിച്ച് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് യുഗങ്ങൾ പറയാണ്. അതായത് ഒരു മനുഷ്യന്, അതായത് ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങളാണ് ഉള്ളത്. 4 യുഗങ്ങൾ വെച്ചാൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളാണ് ഉള്ളത്. ഈ 4 യുഗങ്ങളും ചേർന്ന് ദേവന്മാർക്ക് 12,000 ദേവവർഷമാണുള്ളത്. ദേവന്മാരുടെ വർഷം 12,000 ദേവവർഷമാണ് ഈ 1000 ചതുർയുഗങ്ങൾ ചേർന്നുള്ളത്. മനസ്സിലായില്ലേ? അതായത് ഈ 4 യുഗങ്ങളും 1000 പ്രാവശ്യം റിപ്പീറ്റ് വരിക, അതാണ് 1000 ചതുർയുഗം എന്ന് പറയുന്നത്. ഇത് ദേവവർഷം 12,000 ശരിക്കും 10,000 വർഷമേ വരുന്നുള്ളൂ. ഈ 2000 എന്ന് പറഞ്ഞു വരുന്നത് ഈ ഓരോ വർഷം യുഗങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ സന്ധ്യസമയം വരും. സത്യയുഗം കഴിഞ്ഞാൽ 800 വർഷം, ഒരു യുഗത്തിൽ നിന്നും മറ്റൊരു യുഗത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന നിശ്ചലമായ കാലഘട്ടം, അതിനെയാണ് സന്ധ്യസമയം എന്ന് പറയുന്നത്. അത് 800 വർഷമാണ് സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്. ഇനി ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് 600 വർഷം. ദ്വാപരയുഗം കഴിഞ്ഞ് സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് കടക്കുമ്പോൾ 800 വർഷം, ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് കടക്കുന്നതിൽ 600 വർഷം, ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഇടയിൽ 400 വർഷം, കലിയുഗം കഴിഞ്ഞ് വീണ്ടും സത്യയുഗം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ 200 വർഷം. അപ്പോൾ ആ വരുന്ന ഈ 2000 വർഷമാണ് സന്ധി വർഷങ്ങൾ, സന്ധി സമയം എന്ന് പറയുന്നത്. അതും ഈ 4 യുഗങ്ങളുടെ വർഷം 4000, 3000, 2000, 1000, ഈ 10,000, അങ്ങനെ 10ഉം 2ഉം 12,000 ദേവവർഷമാണ് 1000 ചതുർയുഗങ്ങൾ ചേർന്നുണ്ടാകുന്നത്. പക്ഷേ ഇത് മനുഷ്യൻ്റെ എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ 43,20,000 വർഷമാണ്. കാരണം നമ്മുടെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമേ ആവുന്നുള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ 43,20,000 വർഷമാണ് ഈ 1000 ചതുർയുഗം എന്ന് പറയുന്നതിൻ്റെ വർഷം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ യുഗങ്ങളിൽ ഇതിൽ സത്യയുഗത്തിൽ മാത്രമാണ് ധർമ്മത്തിന് 4 പാദങ്ങളുള്ളൂ. ബാക്കിയുള്ള യുഗങ്ങൾ വരുമ്പോൾ അധർമ്മം പെരുകുന്നു. അപ്പോൾ ധർമ്മത്തിൻ്റെ പാദങ്ങൾ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോഴും ചോദ്യത്തിൻ്റെ ഉത്തരം ആയിട്ടില്ല. അതായത് ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന പരമഹംസ യോഗികളുടെ ആയുസ് എത്ര എന്ന് വിതുരർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഈ യുഗങ്ങളുടെ കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇനി പോകുന്നു ശ്ലോകം 22. ത്രിലോക്യായുഗ സാഹസ്രം ബഹിഃ ബ്രഹ്മണഃ ആബ്രഹ്മണഃ ദിനം താവതീ ഏവ നിശാ താദാ യത് നിമീലതി
വിശ്വസൃക്. അതായത് ത്രിലോക്യ എന്ന് വെച്ചാൽ 3 ലോകങ്ങൾ അറിയാലോ. ഭുവ സ്വഹ. അതായത് പാതാളലോകം, ഭൂമി, ഭൂലോകം, സ്വർലോകം. ഈ 3 ലോകങ്ങളും. യുഗസഹസ്രം എന്ന് വെച്ചാൽ എന്താ? 4 യുഗങ്ങൾ. ആ യുഗങ്ങൾ സഹസ്രം എന്ന് വെച്ചാൽ 1000 പ്രാവശ്യം വരിക എന്ന് വെച്ചാൽ 1000 ചതുർയുഗം. അത് ബഹിഹി, അതായത് 1000 ചതുർയുഗം ആവുമ്പോൾ ത്രിലോക്യ ബഹിഹി, ഈ 3 ലോകങ്ങളുടെയും പുറത്ത് നിൽക്കുന്ന, അതായത് ഊർധ്വഭാഗത്ത് നിൽക്കുന്ന ആ ബ്രാഹ്മണ ദിനം എന്ന് വെച്ചാൽ ആ ബ്രഹ്മദേവന്റെ, അതിൻ്റെ മുകളിൽ വസിക്കുന്ന, ബ്രഹ്മലോകത്ത് വസിക്കുന്ന ബ്രഹ്മദേവന്റെ ദിനം എന്ന് വെച്ചാൽ ഒരു പകലാണെന്ന് എഴുതി വെച്ചോളൂ. അതായത് നമ്മുടെ 1000 ചതുർയുഗം എന്ന യുഗസഹസ്രം, മനുഷ്യന്റെ നമ്മളൊക്കെ പറയുന്ന ഈ 3 ലോകങ്ങളിലുമുള്ള ഭുവ സ്വഹ, ഈ 3 ലോകങ്ങളിലുമുള്ളവരുടെ 1000 ചതുർയുഗം, യുഗസഹസ്രം എന്ന് പറയുന്നത് ദേവന്മാർക്ക്, സ്വർലോകത്തിൽ വസിക്കുന്ന ദേവന്മാർക്ക് അത് 12,000 ദേവവർഷമാണ്. അതുപോലെ തന്നെ മനുഷ്യർക്ക് അത് 43,20,000 വർഷമാണെന്ന് പറഞ്ഞു. പക്ഷേ ഊർധ്വലോകങ്ങളിൽ, സത്യലോകം, ജനലോകം, മഹർലോകം തുടങ്ങിയ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന, അതാണ് ത്രിലോക്യ ബഹി, ത്രിലോകങ്ങൾക്കും പുറത്തുള്ള ഈ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന ജ്ഞാനികൾക്ക്, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ളവർക്ക് അത് ഒരു ദിവസമാണെന്ന്. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാ മനസ്സിലാവണ്? 1000 ചതുർയുഗം ബ്രഹ്മാവിൻ്റെ പകൽ, ഒരു ദിവസം എന്ന് വെച്ചാൽ ഒരു പകൽ മാത്രമാണെന്ന് ബ്രഹ്മാവിൻ്റെ കേട്ടോ. 1000 ചതുർയുഗം എന്നത് ബ്രഹ്മാവിൻ്റെ പകലാണ്. പകലാവുമ്പോഴാണല്ലോ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നത്. അങ്ങനെയാണ് 1000 ചതുർയുഗങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ കൺഫ്യൂഷൻ ഇല്ലല്ലോ, സംശയമില്ലല്ലോ. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ ഒരു പകലാവുമ്പോഴാണ് ആദ്യത്തെ സത്യയുഗം ഉണ്ടാവുന്നത്. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നത് 1000 ചതുർയുഗങ്ങൾ. ആ സമയമാണ് ബ്രഹ്മാവിൻ്റെ പകൽ. അത് കഴിഞ്ഞ് അവസാന നൈമിത്തിക പ്രളയം വരുമ്പോൾ വീണ്ടും ബ്രഹ്മാവിൻ്റെ രാത്രിയാവുന്നു. അപ്പോൾ 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മാവ് ഉറങ്ങിക്കിടക്കുന്നു. അത് നമ്മൾ പഠിച്ചില്ലേ? അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് മൈത്രേയ മഹർഷി. അതായത് ത്രിലോകങ്ങൾക്ക് മുകളിലുള്ള ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന ജ്ഞാനികൾക്കും ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ 1000 ചതുർയുഗം എന്ന് പറയുന്നത് അവരുടെ ഒരു പകലാണ്. ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്ന ബ്രഹ്മദേവന്റെ ഒരു പകല് മാത്രം. പിന്നെ നൈമിത്തിക പ്രളയം കഴിഞ്ഞ് വരുന്ന 1000 ചതുർയുഗം ബ്രഹ്മദേവന്റെ രാത്രി, ഉറങ്ങിക്കിടക്കുന്ന രാത്രി. അപ്പം നമ്മുടെ 1000 ചതുർയുഗം അവരുടെ, ആ ജ്ഞാനികളുടെ ഒരു പകൽ മാത്രമാണ്. എന്നിട്ട് പറയാണ് താവതീയേവ, അതുപോലെ തന്നെ 1000 ചതുർയുഗങ്ങൾ നിശ, രാത്രിയാണ്. ആ ദേവൻ അവർക്ക്, ആ ജ്ഞാനികൾക്ക്, ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ജ്ഞാനികൾക്ക് 1000 ചതുർയുഗങ്ങൾ അവരുടെ രാത്രിയുമാണ്. താത, അല്ലയോ വിതുരരെ, വിതുരരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഈ സമയം, ഈ കാലഘട്ടം നിമീലതി വിശ്വസൃക്ക് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മദേവൻ നിമീലതി, ഉറങ്ങിക്കിടക്കുന്നു. ആ രാത്രി സമയത്ത് ബ്രഹ്മദേവൻ 1000 ചതുർയുഗമാകുന്ന രാത്രി ബ്രഹ്മദേവൻ ഉറങ്ങുന്നു. 1000 ചതുർയുഗമാകുന്ന പകൽ ബ്രഹ്മദേവന്റെ പകലാണ്. ഒരു പകല് ഉണർന്നിരുന്ന് സൃഷ്ടികർമ്മം നടത്തുന്നു. അപ്പൊ നമ്മുടെ 1000 ചതുർയുഗം ബ്രഹ്മാവിന്റെ ഒരു പകൽ. ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ആ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്ന ജ്ഞാനികൾക്ക് അതൊരു പകൽ മാത്രമാണ്. ആ സമയത്താണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നത്. അവസാന നൈമിത്തിക പ്രളയം വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ രാത്രിയാവുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഉറങ്ങുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത്. 1000, നമ്മുടെ ഒരു വർഷമാണ് സ്വർലോകത്തിൽ വസിക്കുന്ന ദേവന്മാർക്ക് ഒരു ദിവസം. പക്ഷേ നമ്മുടെ 1000 ചതുർയുഗമാകുന്ന 43,20,000 വർഷമാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ എന്ന് പറയുന്നത്. ശ്ലോകം 23. നിശാ അവസാന ആരബ്ധോ ലോകകൽപ അനുവർത്തതേ യാവദ്ദിനം ഭഗവതഃ മനൂൻ ഭുഞ്ചൻ ചതുർദശഃ. അതായത് നിശാവസാന, അങ്ങനെ ബ്രഹ്മദേവന്റെ നിശ, രാത്രിയുടെ അവസാനം. ഇപ്പം നൈമിത്തിക പ്രളയം വന്നു, സർവ്വതും ആ പ്രളയജലത്തിൽ ലയിച്ചു. അങ്ങനെ ആ പ്രളയജലം ബ്രഹ്മാവ് ഉൾപ്പെടെ ഭഗവാന്റെ ഉദരത്തിൽ ശയിക്കുന്നു, ഉറങ്ങിക്കിടക്കുന്നു എന്ന് നമുക്കറിയാലോ, ആ 1000 ചതുർയുഗമാകുന്ന രാത്രിയിൽ. അത് കഴിഞ്ഞ് ആ രാത്രിയുടെ അവസാനത്തിൽ, ബ്രഹ്മാവിൻ്റെ രാത്രിയുടെ അവസാനത്തിൽ ലോകകൽപ്പ ആരബ്ധ, അതായത് ലോകം സൃഷ്ടിക്കാനുള്ള ഒരു കൽപ്പം, ഒരു പുതിയ കൽപ്പം ആരംഭിക്കുക സമയത്ത് എന്താണ്, ആദ്യം ബ്രഹ്മാവാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഈ ഒരു പകലാകുന്ന ഈ 1000 ചതുർയുഗത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൽപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഈ 1000 ചതുർയുഗത്തെ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഈ പകലിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തെ സൃഷ്ടിക്കാനുള്ള കൽപ്പം, ഒരു പുതിയ 1000 ചതുർയുഗത്തിൻ്റെ ആരംഭം, ആ കൽപ്പം
ആരംഭിക്കേണ്ട സമയത്ത് യാവത് ദിനം, അങ്ങനെ ബ്രഹ്മദേവന്റെ ഒരു ദിനം, ഒരു പകല് തുടങ്ങുകയാണ്. ഭഗവതഃ എന്ന് വെച്ചാൽ ബ്രഹ്മദേവന്റെ ഒരു ദിനം, ഒരു പകൽ സമയം ആരംഭിക്കുമ്പോൾ ബ്രഹ്മാവ് മനുക്കളെ സൃഷ്ടിക്കുന്നു. എത്ര? ചതുർദശ 14 മനുക്കളെ സൃഷ്ടിച്ചാൽ അവർ ഭുഞ്ചൻ, അവരാണ് പിന്നീട് ഈ ലോകത്തെ ഭുഞ്ചൻ എന്ന് വെച്ചാൽ നിയന്ത്രിച്ച് അനുഭവിക്കുന്നത്. അനുവർത്തത എന്ന് വെച്ചാൽ ഈ വരുന്ന 1000 ചതുർയുഗമാകുന്ന കാലഘട്ടം അനുഭവിക്കുന്നത്, അതിനെ നിയന്ത്രിച്ച് ആ സമയം ഓരോരോ കാലഘട്ടങ്ങളായി നിയന്ത്രിച്ച് അതിനെ നടത്തിക്കൊണ്ടു പോകുന്നത് ഈ മനുക്കളാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ രാത്രി സമയം നൈമിത്തിക പ്രളയം വന്നു. സകലതും പ്രളയജലത്തിൽ ബ്രഹ്മാവിലേക്ക് ബ്രഹ്മാവടക്കം ഭഗവാന്റെ ഉദരത്തിൽ പ്രവേശിച്ച് ശയിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി കഴിഞ്ഞ് 1000 ചതുർയുഗം കഴിഞ്ഞു. ഇനി സൃഷ്ടികർമ്മം നടത്താനുള്ള ബ്രഹ്മദേവന്റെ പകൽ ആരംഭിക്കുകയാണ്. അപ്പോൾ 1000 ചതുർയുഗമാകുന്ന ഒരു കൽപ്പം എന്നാണ് അതിനെ പറയുക. അപ്പോൾ ആ കൽപ്പം തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ ആ ദിനം ആരംഭിക്കുമ്പോൾ ബ്രഹ്മാവ് ആദ്യം മനുക്കളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ മനുക്കളുടെ വംശമൊക്കെ എങ്ങനെ ഉണ്ടായെന്നാണ് പറയുന്നത്. മനുക്കളെ സൃഷ്ടിക്കുന്നു. അത് 14 മനുക്കളെയാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. ഈ 14 മനുക്കളിലൂടെയാണ് പിന്നീട് ഈ 1000 ചതുർയുഗമാകുന്ന കാലം ലോകം നീങ്ങുന്നത്. അവരാണ് അതിനെ നിയന്ത്രിച്ച് അനുഭവിക്കുന്നത്. അതായത് 14 മനുക്കളും ചേർന്നാണ് പിന്നീട് ഈ 1000 ചതുർയുഗത്തെ പിരിക്കുന്നത്. എന്ന് വെച്ചാൽ 14 മനുക്കളും ഭരിക്കുന്ന കാലം 14 മന്വന്തരങ്ങളാണ് ഈ 1000 ചതുർയുഗങ്ങളിൽ ഉണ്ടാവുന്നത്. എഴുതി വെച്ചോളൂ കേട്ടോ. 1000 ചതുർയുഗം എന്ന് വെച്ചാൽ മനുക്കളുടെ ഭരണകാലം 14 മനുക്കളാണ്. അപ്പോൾ ഓരോ മനുവിൻ്റെയും ഭരണകാലം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 14 മന്വന്തരങ്ങളാണ് ഒരു 1000 ചതുർയുഗത്തിൽ ഉണ്ടാകുന്നത്. 14 മന്വന്തരങ്ങൾ. അതെങ്ങനെയാണ്? സ്വം ശ്ലോകം 24. സ്വം കാലം മനു ഭുങ്ക്തേ സാ അധികാം ഹി ഏകസപ്തതി. കേട്ടോ, സ്വം കാലം മനു, ഓരോ മനുക്കളും അവരവരുടെ ജീവിതകാലം, അതാണ് സ്വം കാലം, അവരവരുടെ ജീവിതകാലം അനുസരിച്ച് ഏകസപ്തതി, ഏകോന്ന് സപ്തം 70. അപ്പോൾ ഏകസപ്തതി 71 സാ അധികം, അതിൽ കുറച്ച് കൂടുതലോ ആണ് അവർ അനുഭവിക്കുക അവരുടെ ജീവിതകാലം എന്ന്. ഓരോ മനുക്കളുടെയും ജീവിതകാലവും പറഞ്ഞു. 14 മനുക്കളെ സൃഷ്ടിച്ചു. അങ്ങനെ 14 മന്വന്തരങ്ങൾ ഉണ്ടായി. ഈ മന്വന്തരം എന്ന് പറയുന്നത് ഈ 1000 ചതുർയുഗത്തിൻ്റെ ഉള്ളിലെയാണ് കേട്ടോ വരുന്നത്. ഓരോ യുഗങ്ങളെ സൃഷ്ടിക്കണ്ടേ, അതിന് ബ്രഹ്മാവ് 14 മനുക്കളെ സൃഷ്ടിച്ചു. 14 പേര് ഭരിക്കുന്ന കാലം 14 മന്വന്തരങ്ങളായി തിരിച്ചു. ഓരോ മനുക്കളുടെയും ജീവിതകാലം എത്രയാണെന്നാണ് പറയണത്? അതെത്രയാ? 71 അതിൽ കൂടുതലോ ആണ് എന്ന് വെച്ചാൽ 71 അതിൽ കൂടുതലോ ചതുർയുഗമാണ് ഓരോ മനുക്കളുടെയും ജീവിതകാലം. 71 അതിൽ കൂടുതലോ ചതുർയുഗമാണ് ഓരോ മനുക്കളുടെയും ജീവിതകാലം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? 71 അതിൽ കൂടുതലോ. അപ്പോൾ ഒരു ചതുർയുഗമല്ല, ഒരു മനുവിൻ്റെ ജീവിതകാലം 71 72 ചതുർയുഗമാണ് ഒരു മനുവിൻ്റെ ഭരണകാലം. അപ്പോൾ ആ മനുവിലൂടെ മനുവിൻ്റെ വംശങ്ങൾ, വംശപരമ്പര, അങ്ങനെ സൃഷ്ടി, മാനവരാശി, സർവ്വചരാചരങ്ങളെ ഒക്കെ സൃഷ്ടിച്ച് ആ മനുവിൻ്റെ ഭരണകാലം 71 72 ഒക്കെ കണക്കാക്കാം. അതിൽ കൂടുതലോ എന്ന് പറയുമ്പോൾ ഒരു 72 ചതുർയുഗങ്ങൾ ഒരു മനുവിൻ്റെ കീഴിൽ കഴിയും. അത് കഴിഞ്ഞാൽ ആ മനുവിൻ്റെ വംശം സർവ്വതും ഒരു ചെറിയ പ്രളയം വന്ന് എല്ലാം ഇല്ലാണ്ടാവും. എന്നിട്ട് രണ്ടാമത്തെ മനുവിന് ജന്മം കൊടുക്കുമ്പോൾ രണ്ടാമത്തെ മനു ബ്രഹ്മദേവൻ സൃഷ്ടിക്കുമ്പോൾ രണ്ടാമത്തെ മനു ഉണ്ടാവുന്നു. അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വംശപരമ്പര, അദ്ദേഹത്തെ പിന്തുടരുന്നവർ, അങ്ങനെ വീണ്ടും 72 ചതുർയുഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ. അങ്ങനെയാണ് ഓരോ മനുവിൻ്റെ കീഴിൽ 72. അപ്പം 14 വെച്ചൊന്ന് കുടിച്ചു നോക്കിയാൽ 14 മനുക്കളല്ലേ, 72 × 14 കണക്കാക്കിയാൽ ഏകദേശം 1000 അവിടെ എത്തി. അപ്പോൾ ഓരോ മനുവിൻ്റെയും കീഴിൽ 72 ചതുർയുഗങ്ങൾ വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ കണക്ക്. ഒരു മനുവിൻ്റെ ജീവിതകാലമാണ് കേട്ടോ 72 ചതുർയുഗം. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ അത്രയും വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വംശമൊക്കെ നശിച്ചു പോകും പ്രളയത്തിൽ. പിന്നെ വീണ്ടും പുതിയ മനു വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ വംശപരമ്പര, പിന്നീട് അങ്ങോട്ട് 72 ചതുർയുഗം അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയായിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അത് പോകുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള 72 ചതുർയുഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയായിരിക്കും ഉണ്ടായിരിക്കുക. വീണ്ടും അതുപോലെ തന്നെ ഒരു ചെറിയ പ്രളയത്തിൽ അദ്ദേഹം വംശമൊക്കെ നശിച്ചു പോകും. വീണ്ടും മൂന്നാമത്തെ മനു വന്നു. ആ മനുവിൻ്റെ കീഴിൽ അടുത്ത മാനവരാശി വംശപരമ്പരയുണ്ടായിട്ട് പിന്നത്തെ 72 ചതുർയുഗം ആ മനുവിൻ്റെ കീഴിൽ. അപ്പോൾ നമ്മൾ എത്രാമത്തെ മന്വന്തരത്തിലാണ് ഇരിക്കുന്നതെന്ന് അറിയുമോ? എത്രാമത്തെ മനുവിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ ഈ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്? 7ാമത്തെ മന്വന്തരത്തിലാണെന്ന്.
മനസ്സിലായ? ഏഴാമത്തെ മനുവിൻ്റെ നിയന്ത്രണത്തിൽ കീഴിലുണ്ടായിട്ടുള്ള 72 ചതുർയുഗങ്ങളുണ്ടല്ലോ. ഓരോ മനുവിനും 72 ചതുർയുഗങ്ങളോളം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏഴാമത്തെ മനു, ആ മനുവാണ് വൈവസ്വത മനു. ആ വൈവസ്വത മനുവാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഭരണാധികാരി, നേതാവ്, വൈവസ്വത മനു. ആ വൈവസ്വത മനുവിൻ്റെ കീഴിലുള്ള 72 ചതുർയുഗമാകുന്ന മന്വന്തരം, ഏഴാമത്തെ മന്വന്തരത്തിലാണ് നമ്മൾ ഇപ്പോൾ കഴിയുന്നത്. അതിൽ 72 ചതുർയുഗം വരുന്നില്ലേ, അതിൽ 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലാണ് നമ്മളിരിക്കുന്നത്. മനസ്സിലായോ? ഏഴാമത്തെ മനുവായ വൈവസ്വത മനുവിൻ്റെ ഏഴാമത്തെ മന്വന്തരം, അതിൽ 72 ചതുർയുഗങ്ങളിൽ 28ാമത്തെ ചതുർയുഗത്തിലെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കഴിഞ്ഞു ആ കലിയുഗത്തിലാണ്, 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ സത്സംഗം നടക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോഴുള്ള ഈ സമയം എന്നാണ് 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗം. അങ്ങനെയാണ് അത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇനി അപ്പോൾ കെടുക്കണോ? അപ്പോൾ ഏഴാമത്തെ മനു ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 6 മനുക്കളുടെ 72 വെച്ചിട്ടുള്ള ചതുർയുഗങ്ങളൊക്കെ കഴിഞ്ഞു എന്ന്. ആദ്യത്തെ ഒന്നാമത്തെ മനുവിൻ്റെ 72, രണ്ടാമത്തെ മനുവിൻ്റെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, 6ാമത്തെ മനുവിൻ്റെയും 72 ചതുർയുഗങ്ങൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്ന് കണക്കാക്കിയൊക്കെ 1000 ചതുർയുഗങ്ങൾ, 14 മനുക്കളിലെ ഏഴാമത്തെ അപ്പോൾ പകുതി എത്തി എന്ന് വെച്ചാൽ 1000 ചതുർയുഗങ്ങളിലെ 500 കടന്നു നമ്മളിപ്പോൾ നിന്ന്. 500 ചതുർയുഗങ്ങൾ കഴിഞ്ഞു. 501ാമത്തെ ചതുർയുഗത്തിലാണ് നമ്മളിരിക്കണേന്നർത്ഥം. 500 ചതുർയുഗങ്ങൾ അവസാനിച്ചു. കാരണം 6 ചതുർയുഗങ്ങൾ കഴിഞ്ഞില്ലേ, ഏഴാമത്തെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ 500 ചതുർയുഗങ്ങളുടെ അവസാനം എത്തി. അതിൻ്റെ സമയം, ആ അവസാന സമയമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതായത് 1000 ചതുർയുഗങ്ങളുടെ പകുതിയിലെത്തിയിട്ടുള്ള സമയത്താണ് നമ്മളുടെ ഈ കാലഘട്ടം ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ വരെ ഉള്ളത് മനസ്സിലായില്ലേ? ഇനി ശ്ലോകം 25. മന്വന്തരേഷു മനവഹ തദ് വംശ്യ ഋഷയസുരാ ഭവന്തി ചയേവ യുഗപത് സുരേശ ച അനു യേ ചതാൻ. മന്വന്തരേഷു, ഓരോ മനുക്കളുടെയും കാലഘട്ടത്തെയാണ് മന്വന്തരങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് എത്രയാണെന്നുള്ളത് ഇനി സംശയമില്ലല്ലോ. 71 അതിൽ കൂടുതലോ, അപ്പോൾ ഒരു 72 ഒക്കെ കണക്കാക്കാം. അത്ര ചതുർയുഗമാണ് ഒരു മനുവിൻ്റെ കാലഘട്ടം. അതിനെയാണ് മന്വന്തരം എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് മനവഹ, മനുക്കളുടെ, തത് വംശ്യ, അവരുടെ വംശം, അവരുടെ മക്കള്, പേരക്കുട്ടികൾ, അങ്ങനെ അവരുടെ തലമുറ ഇങ്ങനെ ഉണ്ടാവും. ഋഷയഹ, ഋഷിമാരുണ്ടാവും. സുരഹ, ദേവന്മാരുണ്ടാവും. സുരേശഹ, ദേവേന്ദ്രനായിട്ടുള്ള ഇന്ദ്രൻ ഉണ്ടാവും. ച അനു യേ ചതാൻ, ഇനി അവരെ പിന്തുടരുന്ന അവരുടെ അനുയായികളും അവരെ പിന്തുടരുന്ന ആളുകളും ഒക്കെ യുഗപത്ത്, അതാത് കാലഘട്ടത്തിൽ ഭവന്തി ച ഏവ, മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ 14 മന്വന്തരങ്ങളിലും ഒരുപോലെയല്ല. ഓരോ മന്വന്തരത്തിലും ആ മനു മാറുന്നു, ആ മനുവിൻ്റെ വംശപരമ്പര മാറുന്നു. ആ കാലഘട്ടത്തിലെ ഋഷിമാരെന്ന് വെച്ചാൽ സപ്തഋഷികൾ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വ്യക്തമായിട്ട് സപ്തഋഷികൾ മാറുന്നു. അതുപോലെ ദേവന്മാരായി പുതിയ ആളുകൾ വരുന്നു. ദേവേന്ദ്രൻ എന്ന സ്ഥാനത്തേക്ക് പുതിയ ആൾ വരുന്നു. അങ്ങനെ ഏറ്റവും ആദ്യത്തെ മനുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ 72, 71 ചതുർയുഗം കഴിയുമ്പോൾ അതൊക്കെ നശിച്ചു പോയി. രണ്ടാമത്തെ മനു വരുമ്പോൾ മനു മാറിയില്ലേ, അപ്പോൾ ആ മനുവിൻ്റെ വംശപരമ്പര മാറുന്നു, സപ്തഋഷികൾ മാറുന്നു, ദേവന്മാർ മാറുന്നു, ദേവേന്ദ്രനും പുതിയ ആളായിട്ട് വരും. അതേപോലെ അനുവർത്തിക്കുന്ന ആളുകളൊക്കെ മാറുന്നു. അത് പിന്നെ 72 വർഷം അങ്ങനെ നീണ്ടു നിൽക്കും. 72 വർഷമല്ല, 72 ചതുർയുഗങ്ങൾ അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ മനു വരുമ്പോൾ മനു മാറി, അപ്പോൾ വംശം മാറി, ഋഷികൾ മാറി, സപ്തഋഷിമാർ മാറി, ദേവന്മാർ മാറി, ഇന്ദ്രൻ മാറി. അങ്ങനെ ഓരോ മനുക്കളും മാറി മാറി വരുമ്പോൾ അവരുടെ വംശപരമ്പര മാറും, ഋഷികൾ മാറും, ദേവന്മാർ മാറും, ഇന്ദ്രൻ മാറും. അതുപോലെ അവരെ അനുവർത്തികളായിട്ടുള്ള അവരെ പിന്തുടർന്ന് വരുന്ന ജനങ്ങളും ഒക്കെ അനുയായികളും ഒക്കെ മാറി മാറി വരുന്നു. അപ്പോൾ ഒരു ആദ്യത്തെ 72 ചതുർയുഗത്തിൽ ഒരു മനുവിൻ്റെ അതേപോലെ തന്നെ അതേ പരമ്പരയാണ് വരുന്നത്. പിന്നത്തെ 72 ചതുർയുഗത്തിൽ പിന്നത്തെ മനുവിൻ്റെ പരമ്പര മാറി മാറി വരുന്നു. പിന്നത്തെ മനുവിൻ്റെ ചതുർയുഗത്തിൽ പിന്നത്തെ മനുവിൻ്റെ പരമ്പര, അതായത് ഇപ്പം ദേവേന്ദ്രൻ എന്ന സ്ഥാനം അത് തന്നെ, അതിലേക്ക് വരുന്ന ആളുകൾ മാറി 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 വരുന്ന അർത്ഥം. മനസ്സിലായ? ഇന്ന ജന്മത്തിൽ ഇന്ന ആളാണെങ്കിൽ പിന്നത്തെ ചതുർയുഗത്തിൽ വേറെ ആളായിരിക്കും ഇന്ദ്രസ്ഥാനത്ത് വരിക, സപ്തഋഷികളായിട്ട് വരിക എന്നർത്ഥം. അതായത് ഓരോരുത്തരുടെ തലമുറ ഇങ്ങനെ എടുക്കുമല്ലോ. അതായത് ജനന മരണങ്ങളുടെ ഫലമായിട്ട് കർമ്മപ്രാരാബ്ദങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഫലമായിട്ട് സ്ഥാനങ്ങൾ കയറി കയറി വരുന്നു. മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങൾ മാറി
ഇപ്പോൾ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് മോക്ഷം നേടിയുമ്പോൾ അപ്പോൾ ഒരു മനുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നത്തെ മനുവിൻ്റെ കാലത്ത് എത്തുമ്പോൾ ഇന്ദ്രൻ്റെ സ്ഥാനത്തേക്ക് വരിക. ചിലപ്പോൾ പഴയ മനുവിൻ്റെ കാലത്ത് മനുഷ്യനായി ജീവിച്ചിരുന്ന ആളായിരിക്കും. അങ്ങനെയാണ് ഇത് മാറി മാറി വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ശ്ലോകം 26. ഏഷ ദൈനദിന സർഗോ, ഒരു മനുവിൻ്റെ കാലം 72 ചതുർയുഗമാണ്. അതെ, ഒരു മനുവിൻ്റെ കാലം ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടില്ലേ? ഏകസപ്തതി 71 സ അധിക, അതിൽ കൂടുതലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൂടുതൽ ഒരു 72 വെച്ച് കണക്കാക്കാം. അപ്പോൾ 71 × 14 നോക്കുമ്പോൾ 1000 എത്തില്ല. അപ്പോൾ 72 × 14 നോക്കി നോക്കൂ. അപ്പം അറിയാലോ, ഒരു മനുവിൻ്റെ കാലം എന്ന് വെച്ചാൽ മന്വന്തരം, അത് 71 അതിൽ കൂടുതലോ ചതുർയുഗം എന്നാണ് ഭാഗവതം പറയുന്നത്. മനസ്സിലായില്ലേ? ചതുർയുഗാണ് കേട്ടോ, വർഷമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ശ്ലോകം 26. ഏഷ ദൈനദിന സർഗോ ബ്രഹ്മ ത്രൈലോക്യ വർത്തന തിര്യങ് നൃ പിതൃ ദേവാനാം സംഭവോ യത്ര കർമ്മഭി. ഏഷ ദൈനദിന സർഗോ ബ്രഹ്മാവിൻ്റെ ഇപ്പം ഈ പറഞ്ഞ കാലം, ഓരോ മനുവിൻ്റെ കാലഘട്ടം, ബ്രഹ്മാവ് തന്നെയാണ് ഈ മനുക്കൾക്ക് ജന്മം നൽകിയത്. ഭഗവാൻ തന്നെയാണ് ഈ മനുക്കളായി അവതരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ബ്രഹ്മാവായും മനുക്കളായും അവതരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഓരോ മനുവിൻ്റെ കാലത്തിലെ ദേവന്മാർ, ഋഷിമാർ, മനുക്കൾ, അതുപോലെ അനുയായികൾ, സർവചരാചരങ്ങൾ, ഇവയൊക്കെ ബ്രഹ്മാവ് ദൈനംദിന സർഗ, ബ്രഹ്മാവിൻ്റെ പകൽ സമയത്ത് എന്ന് പറയുന്ന 1000 ചതുർയുഗങ്ങളിൽ ബ്രഹ്മാവ് തന്നെയാണ് മനുക്കളെയും ഇവയെയൊക്കെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ത്രൈലോക്യ വർത്തന, ത്രിലോകങ്ങളാണ് ആവർത്തനത്തിന് വിധേയമാകുന്നത്. ത്രിലോകം എന്ന് വെച്ചാൽ ഭുവ സ്വഹ, പാതാളം, ഭൂലോകം, സ്വർലോകം. ഈ 3 ലോകങ്ങളാണ് ആവർത്തനം. അതായത് ഓരോ 1000 ചതുർയുഗം കഴിയുമ്പോഴും അതിൻ്റെ ഇടയിലും ആവർത്തിച്ചു വരുന്നത് ഈ 3 ലോകങ്ങളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള തപലോകം, ജനലോകം, മഹർലോകം, ബ്രഹ്മലോകം, ഇതൊന്നും ആവർത്തന വിധേയമാവുന്നില്ല. ഇതൊക്കെ ഇതിന് പുറത്താണ് നിൽക്കുന്നത്, കൽപ്പങ്ങൾക്ക് പുറത്താണ്. ഓരോ 1000 ചതുർയുഗങ്ങൾക്കും ഇടയിൽ കഴിയുമ്പോഴും ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭൂലോകവും ഭുവർലോകവും സ്വർലോകവുമാണ്. ഉന്നത ആത്മജ്ഞാനികളായ പരമഹംസ യോഗികൾ വസിക്കുന്നതും ബ്രഹ്മാവ് വസിക്കുന്നതുമായ ബ്രഹ്മലോകമൊന്നും ഈ ആവർത്തനത്തിൽ രണ്ടാമതും ഉണ്ടായി വരുന്നില്ല എന്ന്. അതൊക്കെ അവിടെ സ്ഥായിയായി നിൽക്കും. ഇങ്ങനെ ഇല്ലാണ്ടായി വരുന്നത് ഈ 3 യുഗങ്ങളാണ്, ഈ 3 ലോകങ്ങളാണ്. ഭുവ സ്വഹ, ഈ 3 ലോകങ്ങളാണ് റിപ്പീറ്റ്, നശിച്ചു വീണ്ടും ഉണ്ടാവുക എന്ന ആവർത്തനത്തിന് വിധേയമാകുന്നത്. അതുപോലെ തിര്യങ്ങ്, പക്ഷിമൃഗാദികള്, ജലജീവികള്, മനുഷ്യര്, പിതൃക്കള്, ദേവാനാം, സ്വർലോകത്തിലെ ദേവന്മാർ, ഇവരെല്ലാം എത്ര കർമ്മഭി, ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മത്തിലൂടെ സംഭവ ഉണ്ടാകുന്നു. ഉണ്ടാവുന്നു, നശിക്കുന്നു. ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, ഈ 3 ലോകത്ത് മനുഷ്യര്, ദേവന്മാര്, പിതൃക്കള്, ജലജീവികള്, പക്ഷിമൃഗാദികൾ, ഇവയൊക്കെ ഉണ്ടാവുന്നു, നശിക്കുന്നു. ഇതും ഇവിടെയാണ് ഈ സ്ഥലമായിട്ടുള്ള ഈ 3 ലോകങ്ങളാണ് ഇങ്ങനെ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നത്, റിപ്പീറ്റ് ആവുന്നത്. ഏറ്റവും ഉയർന്ന ലോകങ്ങളാകുന്ന ബ്രഹ്മലോകം തുടങ്ങിയ മഹർലോകം, ജനലോകം, അവിടെയൊന്നും നാശം വരുന്നില്ല. അവിടെയൊക്കെ കാരണം നമുക്കറിയാം അവരുടെ ആയുസ് എത്രയാണെന്ന് നമുക്കറിയാലോ. ഈ 1000 ചതുർയുഗം അവർക്കൊരു പകലാവുന്നുള്ളൂ എന്ന്. അപ്പം ഈ 1000 ചതുർയുഗങ്ങളിൽ ഉണ്ടായി ഇല്ലാണ്ടായി പോകുന്നത് അവരല്ല, ഈ 3 ലോകങ്ങളാണ്. അവരുടെ ഒരു പകൽ സമയം, ഇത് 1000 ചതുർയുഗങ്ങൾ അവർ സ്ഥായിയായി തന്നെ നിൽക്കുന്നു. പിന്നീടും അവർക്ക് രാത്രി തന്നെയാണ്. ആ രാത്രിയിലും അവർ ഉറങ്ങിക്കിടക്കുന്നു, ആ ലോകങ്ങളിലുള്ളവർ ഉറങ്ങിക്കിടക്കുന്നു. പിന്നെ വീണ്ടും ബ്രഹ്മാവിൻ്റെ പകലാവുന്നു, വീണ്ടും പകല്, ഇങ്ങനെ അവർ സൃഷ്ടികർമ്മം നടത്തുന്നു. അപ്പോൾ അവർ ജനന മരണം ഇല്ലാണ്ടാവുന്നതിൽ പെടുന്നില്ല. സൃഷ്ടിക്കപ്പെടുക നശിക്കുക എന്ന് പറയുന്നത് ഈ 3 ലോകങ്ങളും ഇവിടെയുള്ള പക്ഷിമൃഗാദികളും മനുഷ്യരും പിതൃക്കളും ദേവന്മാരും ഒക്കെയാണ് എന്നാണ് ആ പറയുന്നത്. ഇനി ശ്ലോകം 27. മന്വന്തരേഷു ഭഗവാൻ ബിഭ്രത് സത്വം സ്വമൂർത്തിഭി മനു ആദിഭിഃ ഇദം വിശ്വം അവധി ഉദിത പൗരുഷ. മന്വന്തരേഷു ഭഗവാൻ, ഓരോ മന്വന്തരങ്ങളിലും ഭഗവാൻ തന്നെ ബിഭ്രത് സത്വഗുണം വർദ്ധിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ സ്വമൂർത്തിഭിഃ, സ്വയം അവതരിക്കുന്നു. മനു ആദിഭിഃ, മനു മുതലായവയായിട്ട്
ഓരോ മന്വന്തരങ്ങളിലും ഭഗവാൻ തന്നെയാണ് സത്വഗുണം കൂടി നിൽക്കുന്ന ആ രൂപത്തിൽ ഒരു സാത്വിക ഭാവത്തോടുകൂടി സ്വയം മനുക്കളായിട്ട് ഇവിടെ അവതരിക്കുന്നതും മനു ആദിബീന്ന് മനു പിന്നെ അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയൊക്കെ ആയിട്ട് ഋഷികളായിട്ടും ദേവന്മാരായിട്ടും ഒക്കെ അവതരിക്കുന്നത് ഭഗവാൻ തന്നെ. എന്നിട്ട് ഉദിത പൗരുഷ എന്ന് വെച്ചാൽ ദൈവീക ശക്തി, പൗരുഷം ഉദിത വർദ്ധിച്ചു വരുന്ന രീതി ശക്തിയോട് കൂടിയിട്ട് ഇതം വിശ്വം ഈ വിശ്വത്തെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ തന്നെ. അതാണ് പറയുന്നത്. ഓരോ മന്വന്തരത്തിലും ഭഗവാൻ തന്നെയാണ് ആ സാത്വിക ഭാവം കൂടി നിൽക്കുന്ന രീതിയിൽ മനുവായി അവതരിച്ച് ഓരോ 72 ചതുർയുഗങ്ങളെയും നിയന്ത്രിച്ച് ഭംഗിയായി നടത്തിക്കൊണ്ടുപോയി സകലതിനെയും പരിപാലിച്ച് ഭഗവാൻ തന്നെയാണ് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ആ പരമാത്മാവ് തന്നെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അതേ ഭഗവാൻ തന്നെയാണ് ഈ ഓരോ മന്വന്തരങ്ങളുടെ അവസാനത്തിലും ചെറിയ പ്രളയം സംഭവിച്ച് ആ മനു ആ വംശപരമ്പരയൊക്കെ ഇല്ലാതാക്കുന്നു. അടുത്ത മനുവായിട്ട് അവതരിക്കുന്നു, പിന്നെ വംശപരമ്പരയായിട്ട് അവതരിക്കുന്നതും. എന്നിട്ട് പറയാണ് ശ്ലോക 28 തമഹ മാത്രമുപാദായ പ്രതിസംവൃദ്ധ വിക്രമഃ കാലേന അനുഗത അശേഷ ആസ്തേ തൃഷ്ണീം വിന അത്യയേ. തമഹ മാത്രം ഉപാദയ തമോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പ്രതിസംവൃദ്ധ വിക്രമഃ സൃഷ്ടിക്കപ്പെട്ടവയൊക്കെ സംഹരിക്കാനായിട്ട് പ്രതിസംവൃദ്ധ വിക്രമ ആ സംഹാര കർമ്മം നടത്താനായിട്ട് കാലേന കാലശക്തിയാൽ അനുഗത അശേഷ ഈ ഉണ്ടായ ഈ 3 ലോകങ്ങളിലെ സർവ്വതും ഈ ലോകങ്ങളിലെ സർവചരാചരങ്ങളും അശേഷ എല്ലാം അനുഗത ആ ബ്രഹ്മാവിലേക്ക് ലയിച്ചു ചേർന്നിട്ട് തൃഷ്ണി ആ ബ്രഹ്മദേവൻ തൃഷ്ണി ആസ്തേ എന്ന് വെച്ചാൽ നിശബ്ദനായിട്ട് ഇരിക്കുന്നു. ദിന ആധ്യയ ആ ദിനത്തിൻ്റെ അവസാനത്തിൽ. മനസ്സിലായ? അപ്പോൾ ഒരു ബ്രഹ്മാവിൻ്റെ പകൽ ആരംഭിച്ചപ്പോൾ ഭഗവാൻ തന്നെ സത്വഗുണം കൂടി നിൽക്കുന്ന രീതിയിൽ മനുവായി വന്നിട്ട് സർവ്വതിനെയും സൃഷ്ടിച്ച് ഈ ഓരോ മനുക്കളുടെ രൂപത്തിൽ 72 ഈ ചതുർയുഗങ്ങളെ വെച്ച് പരിപാലിച്ച് കൊണ്ടുപോയി ലോകത്തെ 1000 ചതുർയുഗങ്ങളെ പരിപാലിക്കുന്നു. അതേ ഭഗവാൻ തന്നെ തമോ ഗുണം കൂടി നിൽക്കുന്ന രീതിയിൽ ഇവയൊക്കെ സംഹരിക്കുന്നതിനായി വന്ന് ആ കാലശക്തിയാൽ നൈമിത്തിക പ്രളയമായി വന്ന് എല്ലാത്തിനെയും ആ പ്രളയജലത്തിലൂടെ ബ്രഹ്മാവിലേക്ക് ലയിപ്പിക്കുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ ദിനാത്യയ ദിനം വെച്ചാൽ പകലിൻ്റെ അവസാനമാകുമ്പോൾ, അതായത് ബ്രഹ്മാവിൻ്റെ രാത്രി ആവാറാവുമ്പോൾ എല്ലാം പ്രളയജലത്തിൽ ലയിച്ച് എല്ലാം തന്നിലേക്ക് ലയിപ്പിച്ച് ബ്രഹ്മദേവൻ തൃഷ്ണി ആസ്തേ എന്ന് വെച്ചാൽ നിശബ്ദനായിട്ട് ഇരിക്കുന്നു എന്ന് വെച്ചാൽ അതിനെയാണ് ഉറക്കം എന്ന് പറയുന്നത്. ബ്രഹ്മാവ് ഉറങ്ങാണ്. അപ്പോഴും ബ്രഹ്മാവിൻ്റെ ദിവസം തന്നെയാണ് ഒരു ദിവസമാണ് അത്. പകൽ കഴിഞ്ഞിട്ടുള്ള ഒരു രാത്രി ബ്രഹ്മദേവൻ ഉറങ്ങുന്നു, എല്ലാത്തിനെയും ഉള്ളിലേക്ക് വലിപ്പിച്ച്. അതാണ് നിശബ്ദമായി ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി ശ്ലോക 29 തം ഏവ അനു അഭിധീയന്തെ ലോകാ ഭൂ ആദയ ത്രയഃ നിശായാം അനുവൃത്തായാം നിർമുക്ത ശശിഭാസ്കരം. തം ഏവ അനു അഭിധീയന്തെ അങ്ങനെ ആ ബ്രഹ്മാവിലേക്ക് ലയിച്ചു ചേരുന്നു എന്ന്. അനു അഭിധീയന്തെ ആ ഭഗവാനിലേക്ക് മുഴുവൻ ബ്രഹ്മാവിലേക്ക് മുഴുവനും ലയിച്ചു ചേർന്നു. ബ്രഹ്മാവിൻ്റെ രാത്രി ആവാറായപ്പോൾ അപ്പോൾ ലയിച്ചു ചേർന്നത് ഭൂ ആദയ ത്രയഃ. കണ്ട, ഭൂലോകം മുതലായ 3 ലോകങ്ങളാണ് ബ്രഹ്മാവിലേക്ക് ലയിക്കുന്നത്. മറ്റേതല്ലാന്ന് മറ്റേ ഋതുലോകങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഭൂലോകം മുതലായ 3 ലോകങ്ങളാണ് ബ്രഹ്മാവിലേക്ക് ലയിച്ചു ചേരുന്നത്. എന്നിട്ട് നിശായാം ബ്രഹ്മാവിൻ്റെ രാത്രിയായി ആ രാത്രി അനുവൃത്തായാം എന്ന് വെച്ചാൽ കടന്നു പോകുന്നു. നിർമുക്തം അനുവൃത്തായാം എന്ന് വെച്ചാൽ കടന്നു പോകുന്നു എന്നർത്ഥം. അനുവൃത്തായാം എന്ന് വെച്ചാൽ കടന്നു പോകുന്നു. നിർമുക്തം എന്ന് വെച്ചാൽ പ്രവർത്തിക്കാതെ. ശശി ഭാസ്കരം, ശശി ചന്ദ്രൻ, ഭാസ്കരം സൂര്യൻ. സൂര്യനും ചന്ദ്രനും ഒന്നും പ്രകാശിക്കാത്ത വിധം, അതാണ് നിർമുക്തം, പ്രകാശിക്കാത്ത വിധം ബ്രഹ്മാവിൻ്റെ ആ രാത്രി അനുവൃത്തായാം കടന്നു പോകുന്നു എന്ന്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ രാത്രിയിൽ എല്ലാതും ബ്രഹ്മാവിലേക്ക്, ഈ ത്രിലോകങ്ങളിലെ എല്ലാതും ബ്രഹ്മാവിലേക്ക് ലയിച്ച് ബ്രഹ്മാവ് നിശബ്ദനായിരിക്കുന്ന ആ രാത്രിയിൽ സൂര്യനും ചന്ദ്രനും ഒന്നും പ്രകാശിക്കുന്നില്ല.
അവയൊന്നും പ്രകാശിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും ബ്രഹ്മാവിൻ്റെ ആ രാത്രിയും അങ്ങനെ 1000 ചതുർയുഗം കടന്നു പോകുന്നു എന്ന്. അപ്പോൾ സൂര്യൻ പ്രവർത്തിച്ചാലാണ് ഈ 1000 ചതുർയുഗത്തിൻ്റെ നിർണയം നമുക്ക് അനുമാനിക്കാൻ പറ്റുള്ളൂ. ഓരോരോ സമയം കടന്നു പോകുന്നത് സൂര്യൻ പ്രവർത്തിക്കുമ്പോഴാണ് അനുമാനിക്കാൻ പറ്റുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ സൂര്യനായി അവതരിച്ചത്. സൂര്യൻ്റെ ഭ്രമണപഥത്തിലുള്ള കറക്കം നോക്കിയിട്ടാണ് നമ്മൾ ഒരു പരമാണുവിനെ കടന്നത്, അത് ഒരു ത്രിസരേണുവിനെ കടന്നത്, അങ്ങനെ നമ്മൾ സമയത്തെ കണക്കാക്കി ഒരു ദിവസവും ഒരു വർഷം വരെ നമ്മൾ കണക്കാക്കിയത് അങ്ങനെയാണ്. അത് സൂര്യനിൽ ഉള്ളത് കൊണ്ട് പകൽ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടവയ്ക്ക് സമയത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് കണക്കാക്കിയത്. എന്നാൽ ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ലയിച്ചു ചേർന്നല്ലോ, ഇല്ല ഇവിടെ. അപ്പം അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ഒന്നും പ്രവർത്തിക്കുന്നുമില്ല, പ്രകാശിക്കുന്നുമില്ല. പക്ഷേ അപ്പോഴും എന്ത് കടന്നു പോകുന്നുണ്ട്? 1000 ചതുർയുഗം അങ്ങനെ തന്നെ ആ രാത്രിയോടുകൂടി കടന്ന്. സമയം കണക്കാക്കാൻ ആളുകളില്ല, സമയം കണക്കാക്കാൻ ആശ്രയിക്കുന്ന സൂര്യനില്ല, ഒന്നുമില്ല. അത് എങ്കിൽ പോലും 1000 ചതുർയുഗം അങ്ങനെയും കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലായോ? കണക്കാക്കാൻ സൂര്യനില്ലാത്തത് എന്തുകൊണ്ടാണ്? ആ സൂര്യൻ എന്തിനു വേണ്ടിയാണ് ഉണ്ടായി സൃഷ്ടിക്കപ്പെടുന്ന നമുക്കൊക്കെ സമയത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് സൂര്യൻ ഉണ്ടായത്. നമ്മളൊന്നുമില്ല, ഒക്കെ പ്രളയജലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സൂര്യൻ? അപ്പം സൂര്യനും ഇല്ല, നമ്മളും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിൽ പോലും 1000 ചതുർയുഗം അവിടെ കടന്നു പോകുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ രാത്രിയായിട്ടുള്ള 1000 ചതുർയുഗവും കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ബ്രഹ്മദേവൻ്റെ ഒരു പകല് 1000 ചതുർയുഗം, ബ്രഹ്മദേവൻ്റെ ഒരു രാത്രി 1000 ചതുർയുഗം. അപ്പോൾ ആ ഊർധ്വലോകങ്ങളിൽ വസിക്കുന്നവരുടെ ആയുസ് എത്ര എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിൻ്റെ 100, അപ്പോൾ ഈ 1000 ചതുർയുഗത്തെ നമ്മൾ എന്താ വിളിക്കുക? ഒരു കൽപ്പം എന്നല്ലേ വിളിക്കുക. അങ്ങനെ 100 കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അപ്പോൾ ആലോചിച്ച് നോക്കും, 1000 ചതുർയുഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വർഷം? 43,20,000 വർഷമാണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ 100 കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്, മനസ്സിലായോ? ഈ ചതുർയുഗം 100 പ്രാവശ്യം വരുന്നു, ഇങ്ങനെ 100 പ്രാവശ്യം വരുന്നു. അതായത് 100 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്, അല്ല 100 കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. 1000 ചതുർയുഗമാകുന്ന ഒരു കൽപ്പം, ഒരു പകല്, അങ്ങനെ 100 പകല് ബ്രഹ്മാവിൻ്റെ ആയുസ്, മനസ്സിലായോ? അപ്പം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. 43,20,000 വർഷമാണ് 1000 ചതുർയുഗം നമ്മുടെ. അത് 100 പ്രാവശ്യം വരുന്നു, മനസ്സിലായോ? അതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പ്രളയങ്ങളിലൊക്കെ ഈ ത്രിലോകങ്ങളാണ് ഇല്ലാണ്ടാവുന്നത്. ഈ 100 പ്രാവശ്യം ഈ കൽപ്പം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നത്. ബ്രഹ്മാവ് പോലും തൻ്റെ ആയുസ് ഇല്ലാണ്ടാവുന്നതിനെ കുറിച്ച് ഭയക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നത് 100 പകല് കഴിയണം. ബ്രഹ്മാവിൻ്റെ 100 കൽപ്പം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്സും തീരുന്നത് എന്ന്. ഇനി ശ്ലോകം 31. പറഞ്ഞോളൂ. അതെ അതെ അതെ, നശിക്കുന്നതും ഉണ്ടാവുന്നതും ഈ 3 ലോകങ്ങൾ. അതിന് കാരണം എന്താ? ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത് ആവാസ കേന്ദ്രങ്ങളാണെന്ന്. സൃഷ്ടിക്കപ്പെടുന്ന ചരാചരങ്ങൾക്ക് ജീവിക്കാനുള്ള ആവാസ കേന്ദ്രങ്ങളാണ് സൃഷ്ടിച്ചത്. അത് ഇതും 3ഉമാണ്. ശരീര രൂപത്തിൽ അവതരിച്ച് ജീവിച്ചു മരിക്കുന്നത് ഈ 3ഉമാണെന്ന്. അതാണ് പറയുന്നത്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞേ, ഊർധ്വലോകങ്ങളിൽ വസിക്കുന്നവരുടെ ആയുസ് എത്രയെന്നാണ് വിദുരർ ചോദിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഈ ദേവലോകവും സ്വർലോകവും കഴിഞ്ഞ് അതിൻ്റെ മുകളിലുള്ള മഹർലോകം, ജനലോകം, സത്യലോകം എന്നൊക്കെ പറയുന്ന ഊർധ്വലോകങ്ങളിൽ പരമഹംസ യോഗികളും ജ്ഞാനികളൊക്കെയാണ് ഇരിക്കുന്നത്. അവരുടെ ആയുസ് എന്ന് പറയുന്നത് 100 കൽപ്പാണെന്ന്. അതല്ലേ ഇപ്പം പറഞ്ഞേ, ആ 100 കൽപ്പം അവരുണ്ടാവും. ആ ലോകങ്ങളും നശിക്കില്ല, അവരും ഉണ്ടാവും 100 കൽപ്പം. ആ 100 കൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പം എന്ന് പറയുന്നതാണ് 1000 ചതുർയുഗം. അങ്ങനെ 100 കൽപ്പാണെന്ന് അവരുടെ ആയുസ്, മനസ്സിലായോ? വിദുരർ ചോദിച്ചതിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? 100 കൽപ്പാണ് അവരുടെ ആയുസ്. അപ്പോൾ ഒരു കൽപ്പം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ 1000 ചതുർയുഗം, അങ്ങനെ 100 കൽപ്പം. അതാണ് ആ പരമഹംസ യോഗികളുടെയും ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ളവരുടെ ആയുസ്. ആ 100 കൽപ്പം കഴിയുമ്പോഴാണ് അവരും ഇല്ലാതാകുന്നത്. അതുവരെ അവർ സ്ഥായിയായി ഇരിക്കും.
ശാശ്വതമായിരിക്കും. ഇങ്ങനെ ഉണ്ടായി ഇല്ലാണ്ടായി ഉണ്ടായി ഇല്ലാണ്ടായി പോകുന്നത് ഈ ത്രിലോകങ്ങളാണ് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഉത്തരം കിട്ടിയോ? ശ്ലോകം 31. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തേ ഏതിദ സിന്ധവ പ്ലാവയന്തി ഉത്കട ആഡോപ ചണ്ഡവാദ ഈരിത ഊർമയ. ഒന്നുകൂടി വായിക്കാം ശ്ലോകം. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തേ ഏതിദ സിന്ധവ പ്ലാവയന്തി ഉത്കട ആഡോപ ചണ്ഡവാദ ഈരിത ഊർമയ. അതായത് താവത് അപ്പോൾ ആ രാത്രിയായി എന്ന് പറഞ്ഞില്ലേ, ബ്രഹ്മാവിൻ്റെ രാത്രിയായപ്പോൾ ത്രിഭുവനം ഈ 3 ലോകങ്ങളും, അതാണ് ത്രിഭുവനം എന്ന് പറഞ്ഞാൽ ഭൂ ഭുവ സ്വഹ, ഈ 3 ലോകങ്ങളും സദ്യ വളരെ പെട്ടെന്ന് തന്നെ കൽപ്പാന്തേ ഓരോ കൽപ്പങ്ങളുടെയും അവസാനം എന്ന് വെച്ചാൽ എന്താ, ഓരോ കൽപ്പം എന്ന് വെച്ചാൽ 1000 ചതുർയുഗം. ഇതൊക്കെ എഴുതി വെച്ചാലോ ഓർമ്മയുണ്ടാവുള്ളൂ. ഓരോ കൽപ്പം എന്ന് വെച്ചാൽ 1000 ചതുർയുഗത്തിൻ്റെയും അന്ത എന്ന് വെച്ചാൽ അവസാനത്തിൽ ഏതിദ സിന്ധവ ആ പ്രളയജലം ഉണ്ടാകുന്നു, ഇളകി മറിയുന്നു. ഏതിദ സിന്ധവഹ എന്ന് വെച്ചാൽ ആ പ്രളയജലം, ആ സരസ്, ആ പ്രളയജലം ഇങ്ങനെ ഇളകി മറിയുന്നു. ഉത്കട ആഡോബ അതായത് ഇളകി മറിയുന്ന തിരമാലകൾ. ഉത്കട ആഡോബ എന്ന് വെച്ചാൽ വളരെ പ്രക്ഷുബ്ധമാകുന്ന സമുദ്രം. അതിൽ ഈ ഈരിത ഊർമയ എന്ന് വെച്ചാൽ പൊന്തിയും താഴ്ന്നും വരുന്ന തിരമാലകൾ. ആ പ്രളയജലത്തിൻ്റെ വർണ്ണനയാണ് പറയുന്നത് കേട്ടോ. ഏതിദ സിന്ധവ എന്ന് വെച്ചാൽ ഇളകി മറിയുന്ന സമുദ്രം, പ്രളയജലം. അതിലെന്താ സംഭവിക്കുന്നത്? ഉത്കട ആഡോബ എന്ന് വെച്ചാൽ പ്രക്ഷുബ്ധമായിട്ടാണ് നിൽക്കുന്നത് ആ കടല്. അതിന് കാരണം എന്താ? ചണ്ഡവാദ എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് വീശുന്നു. ആ അവസാനത്തെ നൈമിത്തിക പ്രളയത്തിൻ്റെ വർണ്ണനയാണ്. കൊടുങ്കാറ്റ് വീശുന്നു, പ്രളയജലം ഇങ്ങനെ ഇളകി മറിയുന്നു, ആ പ്രളയജലം പ്രക്ഷുബ്ധമാകുന്നു. ആ സമയത്ത് ഈരിത ഊർമയ ഇളകി മറിയുന്ന തിരമാലകളും ഇതിൽപ്പെട്ട് സദ്യ വളരെ പെട്ടെന്ന് തന്നെ ത്രിഭുവനം ഈ 3 ലോകങ്ങളും ഭൂ ഭുവ സ്വഹ ഈ 3 ലോകങ്ങളും പ്ലാവയന്തി മുങ്ങിപ്പോകുന്നു. 1000 ചതുർയുഗങ്ങളുടെ അവസാനത്തിൽ ഉണ്ടാകുന്ന നൈമിത്തിക പ്രളയത്തിൽപ്പെട്ട് ഈ 3 ലോകങ്ങളും ആ പ്രളയജലത്തിൽ മുങ്ങിപ്പോകുന്നു. പിന്നെ 1000 ചതുർയുഗം എന്തായിരിക്കും എന്നറിയാലോ? ഉറക്കല്ലേ, രാത്രിയല്ലേ. ബ്രഹ്മാവും ഊർധ്വലോകങ്ങളിൽ വസിക്കുന്നവർ ഉറങ്ങുകയാണ്. അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, സൂര്യചന്ദ്രന്മാർ പ്രകാശിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ എന്നാലും കാലശക്തി നീങ്ങുന്നുണ്ട്. 1000 ചതുർയുഗമായിട്ട് ആ കാലശക്തി അങ്ങനെ 1000 ചതുർയുഗങ്ങളോളം നീങ്ങുന്നു. അതിനെ കണക്കാക്കാൻ ആരും ഒന്നുമില്ലല്ലോ. പക്ഷേ ആരും ഒന്നുമില്ലെങ്കിലും പ്രകൃതി ശക്തി കാലമായി അങ്ങനെ 1000 ചതുർയുഗങ്ങളോളം നീണ്ടുപോകുന്നു. പിന്നെ വീണ്ടും ബ്രഹ്മാവിൻ്റെ പകൽ വരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പോൾ അത് മുങ്ങിപ്പോകുന്നത് ഈ 3 ലോകങ്ങളാണ്. ശ്ലോകം 32. അന്തഃ സഹ തസ്മിൻ സലീല ആസ്തേ അനന്ത ആസേന ഹരി യോഗനിദ്ര നിമീലാക്ഷ സ്തൂയമാന ജനാലയേ. അന്തഃ ഉള്ളിൽ, തസ്മിൻ സലീലെ അപ്പോൾ ആ പ്രളയജലത്തിൻ്റെ ഉള്ളിൽ, അനന്ത ആസന അനന്തനെ ഇരിപ്പിടമാക്കിയിട്ട്, ഹരി ആസ്തേ ഭഗവാൻ ശ്രീഹരി ആദിനാരായണ രൂപത്തിൽ ഇരിക്കുന്നു. ആ പ്രളയജലത്തിൽ അനന്തനെ ഇരിപ്പിടമാക്കിയിട്ട് ഭഗവാൻ ശ്രീഹരി ആ പ്രളയജലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഏത് രീതിയിലാണ്? യോഗനിദ്ര നിമീലാക്ഷ യോഗനിദ്രയിൽ കണ്ണുകൾ അടച്ച്, നിമീലാക്ഷ എന്ന് വെച്ചാൽ കണ്ണുകൾ അടച്ച് ഇരിക്കുന്നു. ആ ജന ആലയെ എന്ന് വെച്ചാൽ ഊർധ്വലോകങ്ങളിലുള്ള ജനലോകം, മഹർലോകം, സത്യലോകം തുടങ്ങിയ ലോകത്തുള്ള ഋഷിവര്യന്മാർ സ്തൂയമാനഹ അതിന് താഴെയുള്ള ഈ പ്രളയജലത്തെ നോക്കിയിട്ട് ഈ ഭഗവാനെ, ആ പ്രളയജലത്തിലുള്ള ശ്രീഹരി ആദിനാരായണ ഭഗവാനെ കണ്ട് സ്തുതിക്കുകയും ചെയ്യുന്നു. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. ആ പ്രളയജലത്തിൽ ത്രിഭുവനങ്ങളും മുങ്ങിപ്പോകുമ്പോൾ ആ പ്രളയജലത്തിൽ ഭഗവാൻ ശ്രീഹരി അനന്തനെ ഇരിപ്പിടമാക്കി സ്ഥിതി ചെയ്യുന്നു യോഗനിദ്രയിൽ കണ്ണുകൾ അടച്ച്. അപ്പോൾ ഊർധ്വലോകങ്ങളിൽ ഇരിക്കുന്ന പരമഹംസരായ യോഗികളെല്ലാവരും അത് നോക്കി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ശ്ലോകം 33. ഏവം വിധ അഹോരാത്രേ ഏവം വിധ ഹി അഹോരാത്രേ കാലഗതി ഉപലക്ഷിതൈ അഭക്ഷിതം ഇവ അസ്യ അഭി പരമായു വയശതം. ഏവം വിധം ഇപ്രകാരമാണ്, ഈ വിധത്തിലാണ് അഹോരാത്രി ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും. ഇപ്പം മനസ്സിലായില്ലേ? ബ്രഹ്മാവിൻ്റെ പകല് 1000 ചതുർയുഗമാകുന്ന ഒരു കൽപ്പം, രാത്രിയും ഇതുപോലെ തന്നെ 1000 ചതുർയുഗം. ഇങ്ങനെ എത്ര ചതുർയുഗങ്ങൾ പോവും ബ്രഹ്മാവ്? 100 ചതുർയുഗം. അതായത് 100 കൽപ്പമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത്.
അതാണ് പറഞ്ഞത്. ഈ ഏവം വിധേ ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ അഹോരാത്രി പകലും രാത്രിയും കാലഗത്യാ ഉപക്ഷിതം കാലഗതിക്കനുസരിച്ച് ഉപക്ഷിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ പകലും രാത്രിയും ആ കാലഗതിയോട് ചേർന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോ ചതുർയുഗങ്ങൾ കഴിയുമ്പോഴും എന്ന് വെച്ചാൽ ഓരോ കൽപ്പം കഴിയുന്തോറും ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം കഴിഞ്ഞു, രണ്ടാമത്തെ കൽപ്പം കഴിഞ്ഞു, മൂന്നാമത്തെ കൽപ്പം കഴിഞ്ഞു, അങ്ങനെ കഴിയുമ്പോഴും പരമായു ബ്രഹ്മാവിൻ്റെ പരമമായ ആ ആയുസ് ആകുന്ന വയം ശതം എന്ന് വെച്ചാൽ 100 കൽപ്പം അപക്ഷിതം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മനസ്സിലായില്ലേ? അത് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇതുപോലെ 100 കൽപ്പാണ്. അപ്പോൾ ഊർധ്വ ലോകങ്ങൾ വസിക്കുന്നവരുടെ ആയുസ് 100 കൽപ്പമാണ്. അപ്പോൾ ഓരോ ചതുർയുഗം കഴിയും തോറും ഈ 100 കൽപ്പമാകുന്ന ബ്രഹ്മാവിൻ്റെ പരമമായ ആയുസ് ഇങ്ങനെ അപക്ഷിതം ഇവ അസ്യ അഭി എന്ന് വെച്ചാൽ അതിങ്ങനെ കുറേശ്ശെ കുറഞ്ഞ് വരുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 34. യത് അർദ്ധം ആയുഷഃ തസ്യ പരാർദ്ധം അഭിധീയതേ പൂർവഃ പരാർദ്ധം അപക്രാന്ത ഹി അപരഃ അത്യപ്രവർത്തതേ എന്ന് വെച്ചാൽ ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100 കൽപ്പമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ടെന്ന്. 50 കൽപ്പം 50 കൽപ്പത്തെ വിളിക്കുന്ന പേര് ഒരു പരാർദ്ധം എന്നാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസത്തിൽ എത്ര കൽപ്പുണ്ട്? 2 കൽപ്പല്ലേ? അപ്പോൾ എന്താ ഇതിനെ പറയുക? ആദ്യത്തെ 50 കൽപ്പത്തെ ഒരു പരാർദ്ധം, രണ്ടാമത്തെ 50 കൽപ്പത്തെ രണ്ടാമത്തെ പരാർദ്ധം. അപ്പോൾ എന്താ വിളിക്കുക? ദ്വിപരാർദ്ധം. ബ്രഹ്മാവിൻ്റെ ആയുസ് ദ്വിപരാർദ്ധമാണ്. മനസ്സിലായില്ലേ? ബ്രഹ്മാവിൻ്റെ ആയുസ് ദ്വിപരാർദ്ധം എന്ന് വെച്ചാൽ 100 കൽപ്പം. അപ്പോൾ അത് ദ്വിപരാർദ്ധം എന്ന് വിളിക്കുന്നത് എന്താ? 50 അതിനെ രണ്ടായി പിരിച്ചു. ആദ്യത്തെ 50 കൽപ്പം എന്ന് പറയുന്നത് ഒരു പരാർദ്ധം, രണ്ടാമത്തെ 50 കൽപ്പം രണ്ടാമത്തെ പരാർദ്ധം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് എത്രയാ? ദ്വിപരാർദ്ധം, 2 പരാർദ്ധ കാലമാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇനി യത് അർദ്ധ എത്രയാണോ അർദ്ധ ആയുഷഃ പകുതി ആയുസ് തസ്യ ആ ബ്രഹ്മാവിൻ്റെ അതിന് പരാർദ്ധം അഭിധീയതേ പരാർദ്ധം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് 100 കൽപ്പമാണെന്ന് മനസ്സിലായി. എത്രയാണോ ബ്രഹ്മാവിൻ്റെ പകുതി ആയുസ് എന്ന് വെച്ചാൽ പകുതി കൽപ്പം, അതിനെയാണ് പരാർദ്ധം അഭിധീയതേ പരാർദ്ധം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്രയാണ് പൂർണ്ണമായ ബ്രഹ്മാവിൻ്റെ ആയുസ്? ദ്വിപരാർദ്ധം. മനസ്സിലായല്ലോ? അപ്പോൾ പകുതിയാണ് പരാർദ്ധം, മറ്റേ പകുതി രണ്ടാമത്തെ പരാർദ്ധം. അപ്പോൾ ദ്വിപരാർദ്ധമാണ് മുഴുവൻ ആയുസ്, പകുതി ആയുസിനെ പരാർദ്ധം എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ 50 കൽപ്പം. എന്നിട്ട് പറയാണ് പൂർവ പരാർദ്ധ അപക്രാന്ത. മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പൂർവ പരാർദ്ധം അതിൽ ആദ്യത്തെ പരാർദ്ധമാകുന്ന 50 ചതുർയുഗം എന്ന് പറയുന്ന 50 കൽപ്പം അപക്രാന്ത കഴിഞ്ഞു വിദുരരെ എന്ന്. അപ്പോൾ ഇപ്പോൾ വിദുരരും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംസാരം നടക്കുന്ന സമയത്ത് ബ്രഹ്മാവിൻ്റെ എത്രയാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്സാകുന്ന 100 കൽപ്പത്തിലെ ആദ്യത്തെ 50 കൽപ്പമാകുന്ന ആദ്യത്തെ പരാർദ്ധം അപക്രാന്ത എന്ന് വെച്ചാൽ കഴിഞ്ഞു എന്ന്. അത് കഴിഞ്ഞു പോയിന്ന്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് എവിടെയായിരിക്കും? 51 മുതൽ 100 വരെയുള്ള രണ്ടാമത്തെ പരാർദ്ധല്ലേ, ആ പരാർദ്ധത്തിലാണ് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കണേന്നാണ് മൈത്രേയ മഹർഷി വിദുരരോട് പറഞ്ഞു കൊടുക്കണേന്ന്. മനസ്സിലായല്ലോ അല്ലേ? അപ്പം അത് മനസ്സിൽ ഓർമ്മ വയ്ക്കുക. ആദ്യത്തെ 50 കൽപ്പം കഴിഞ്ഞു എന്ന്. അതെന്ന് വെച്ചാൽ ഒരു കൽപ്പം നമ്മുടെ എത്രയാണെന്നറിയാലോ? 43,20,000 വർഷം. അതാണ് നമ്മുടെ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം എന്ന് പറയുന്ന ഒരു പകൽ എന്ന് പറഞ്ഞാൽ 1000 ചതുർയുഗങ്ങൾ 43,20,000 വർഷമാണ്. അതൊരെണ്ണം. അങ്ങനെ 50 കൽപ്പം കഴിഞ്ഞു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പം അതാണ് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ പകുതി ആയുസ്സാകുന്ന 50 കൽപ്പം ഒരു പരാർദ്ധം അപക്രാന്ത അവസാനിച്ചു. എന്നിട്ട് പറയാണ് ഹി അപരഹ അത് കഴിഞ്ഞിട്ട് വരുന്ന മറ്റേ പരാർദ്ധം, രണ്ടാമത്തെ പരാർദ്ധം, അതാണ് അപരഹ. അതാണ് അദ്യപ്രവർത്തത എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ 1000 ചതുർയുഗങ്ങളാകുന്ന ഒരു കൽപ്പം, അങ്ങനെ 50 കൽപ്പം ബ്രഹ്മാവിൻ്റെ പകുതി ആയുസ് കഴിഞ്ഞു. രണ്ടാമത്തെ പരാർദ്ധമാകുന്ന 51ാമത്തെ കൽപ്പം അതാണ് ഇപ്പോൾ രണ്ടാമത്തെ പരാർദ്ധമാണ്, 51ാമത്തെ കൽപ്പമാണ്
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അതിൽ തന്നെ ഒരു ചതുർയുഗത്തിൽ 14 മന്വന്തരങ്ങളുണ്ട്. 14 മനുക്കളാണ് ഓരോ ചതുർയുഗത്തിലും ഭരിക്കുന്നത്. അങ്ങനെ 50 ചതുർയുഗങ്ങൾ കഴിഞ്ഞു എന്ന്, 50 കൽപ്പങ്ങൾ അവസാനിച്ചു എന്ന്. ഇപ്പം 51ാമത്തെ കൽപ്പമാണ് ഇപ്പം നമ്മൾ ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്നാണ് മൈത്രേയ മഹർഷി പറയുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ്, പൂർവസ്യ ആദൗ പരാർദ്ധസ്യ ഭ്രാമോ നാമ മഹാനഭൂത് കൽപഃ യത്ര അഭവത് ബ്രഹ്മ ശബ്ദബ്രഹ്മ ഇതി യം വിദുഃ. അതായത് പൂർവസ്യ ആദൗ പരാർദ്ധസ്യ ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ 50 കൽപ്പമാകുന്ന പരാർദ്ധം ഉണ്ടല്ലോ, പൂർവ പരാർദ്ധസ്യ ആദ്യത്തെ പരാർദ്ധം, 50 കൽപ്പമാകുന്ന ആദ്യത്തെ പരാർദ്ധം, അതിൻ്റെ ആദൗ എന്ന് വെച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ ബ്രാഹ്മ നാമ ബ്രാഹ്മ എന്ന പേരിൽ മഹാമഹത്തായിട്ടുള്ള കൽപ്പഃ ഒരു കൽപ്പം അഭൂത് ഉണ്ടായി. അതായത് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ 50 ഒരു പകലെന്ന് പറയുന്നത് 1000 ചതുർയുഗം, അങ്ങനെ 100 കൽപ്പാണുള്ളത്. ആ 100 കൽപ്പത്തിലെ ആദ്യത്തെ 50 കൽപ്പം ഇപ്പം അവസാനിച്ചു. ആ 50 കൽപ്പത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സത്യയുഗം ഉണ്ടാവല്ലോ, ഒരു കൽപ്പത്തിൽ 1000 ചതുർയുഗാണല്ലോ, അതിൽ ആ 50 കൽപ്പം ഇപ്പം അവസാനിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിൽ ഏറ്റവും ഒന്നാമത്തെ കൽപ്പം ഉണ്ടാവല്ലോ, ഈ ബ്രഹ്മാവിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കൽപ്പം, ആ ഏറ്റവും ഒന്നാമത്തെ കൽപ്പത്തിലെ അതിൽ 1000 ചതുർയുഗം ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ആദ്യത്തെ സത്യയുഗം ഉണ്ടല്ലോ, ഒന്നാമത്തെ സത്യയുഗം, ആ സത്യയുഗത്തിന് ബ്രാഹ്മ എന്ന പേരിൽ മഹാൻ കൽപ്പം അഭൂത് മഹത്തായ കൽപ്പമാണ് എന്ന് അതറിയപ്പെടുന്നു. ഏറ്റവും ഒന്നാമത്തെ കൽപ്പം മനസ്സിലായ, ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ 50 കൽപ്പമാകുന്ന പകുതി ആയുസ്, അതായത് ആ പരാർദ്ധത്തിലെ ഏറ്റവും ആദ്യത്തെ ചതുർയുഗത്തെ ഏറ്റവും ആദ്യത്തെ കൽപ്പത്തെ ബ്രഹ്മഃ എന്നാണ് വിളിക്കുന്നത്. എത്ര അഭവത് ബ്രഹ്മ, ആ കൽപ്പത്തിലാണ് ആദ്യം ബ്രഹ്മാവ് അഭവത്ത് ഉണ്ടായത്. അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും പകുതി ആയുസ്സിൽ ഒന്നാമത്തെ പകല് ഏതാണോ, ബ്രഹ്മാവിന് 100 കൽപ്പാണ് ആയുസ്, അതിൽ ഒന്നാമത്തെ കൽപ്പം എന്ന് പറയുമ്പോൾ 1000 ചതുർയുഗം. അതിലെ ഏറ്റവും ആദ്യത്തെ സത്യയുഗത്തിലല്ലേ ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത്. ആ ഏറ്റവും ആദ്യത്തെ കൽപ്പത്തെയാണ് ബ്രഹ്മകൽപ്പ എന്ന് വിളിക്കുന്നത്. ആ കൽപ്പത്തിലെ സത്യയുഗത്തിലാണ് ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് പറയാണ് ശബ്ദബ്രഹ്മ ഇതി, ആ കൽപ്പത്തെ ശബ്ദബ്രഹ്മം എന്നും യം വിദുഃ അറിയപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ 100 കൽപ്പത്തിലെ ഏറ്റവും ഒന്നാമത്തെ കൽപ്പം, പകുതി ആയുസാകുന്ന 50 കൽപ്പത്തിലെ ഏറ്റവും ഒന്നാമത്തെ കൽപ്പത്തിലെ 1000 ചതുർയുഗങ്ങൾ, അതിലെ ഏറ്റവും ആദ്യത്തെ സത്യയുഗത്തിലാണ് ബ്രഹ്മാവ് ജനിച്ചത്. ആ യുഗത്തെ ബ്രഹ്മകൽപ്പം എന്നും വിളിക്കുന്നു. അതിനെ ശബ്ദബ്രഹ്മം എന്നും മറ്റൊരു പേരിലും വിദുഃ അറിയപ്പെടുന്നു. ശബ്ദ തന്മാത്രകൾ, മന്ത്രങ്ങൾ മാത്രമാണ് ആ കൽപ്പത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേദശബ്ദ കൽപ്പമെന്നും വേദശബ്ദ ബ്രഹ്മമെന്നും ആ കൽപ്പത്തെ ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ കൽപ്പത്തെ വിളിക്കുന്നു. അതിലാണ് ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത്. എന്നിട്ട് പറയാണ്, ഇപ്പം നമ്മൾ ബ്രഹ്മാവ് ഉണ്ടായത് പഠിച്ചില്ലേ, അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറഞ്ഞു പഠിച്ചില്ലേ, അത് ഈ 51ാമത്തെ കൽപ്പത്തിൽ ബ്രഹ്മാവ് ഉണ്ടായ ചരിതമാണ്. മനസ്സിലായ? ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ബ്രഹ്മാവ് ജനിച്ച കൽപ്പം എന്ന് പറയില്ലേ, ആ 1000 ചതുർയുഗം, ആ കൽപ്പമാണ് ബ്രഹ്മകൽപ്പം. ആ കൽപ്പത്തിലാണ് ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത്. മനസ്സിലായ? എന്നിട്ട് ആ ഒരു കൽപ്പമാകുന്ന 1000 ചതുർയുഗം മനുക്കളെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞു, രണ്ടാമത്തെ ചതുർയുഗം കഴിഞ്ഞു, 1000 ചതുർയുഗം കഴിഞ്ഞു, മൂന്നാമത്തെ റിപ്പീറ്റ് 1000 ചതുർയുഗം വന്നു. അങ്ങനെ 50 ബ്രഹ്മാവിൻ്റെ കൽപ്പങ്ങൾ അവസാനിച്ചു. ആ കൽപ്പത്തിൽ ഏറ്റവും ആദ്യത്തെ കൽപ്പം ബ്രഹ്മകൽപ്പം, ശബ്ദബ്രഹ്മം എന്നും അതിനെ വിളിക്കുന്നു. അവിടെയാണ് ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത്. എന്നാൽ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കണേ, നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ 51ാമത്തെ കൽപ്പം ഉണ്ടല്ലോ, രണ്ടാമത്തെ പരാർദ്ധം, അതിലെ ആദ്യത്തെ 51ാമത്തെ കൽപ്പം, ഇതിലെങ്ങനെയാണ് ബ്രഹ്മാവ് ഉണ്ടായത്, അതാണ് ഇപ്പം ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മദേവൻ വന്ന ചരിതമൊക്കെ പറഞ്ഞില്ലേ, അത് ഈ 51ാമത്തെ കൽപ്പത്തിലെ സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞു തന്നത്. ശ്ലോകം 36, തസ്യയേവ ചാന്തേ കൽപ്പ അഭൂതിയം പത്മം അഭിചക്ഷതേ യത് ഹരേ നാഭി സരസഃ ആസീത് ലോകസരോരുഹം. അതായത് തസ്യയേവ, ആ ബ്രഹ്മകൽപ്പത്തിൻ്റെ അന്തേ അവസാനത്തിൽ, അതായത് ബ്രഹ്മാവിൻ്റെ പകുതി ആയുസ്സാകുന്ന പരാർദ്ധം എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒന്നാമത്തെ കൽപ്പം
ബ്രഹ്മകൽപ്പം എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത് അവിടെയാണ്. ആ കൽപ്പം, ആ പകുതി ആയുസിൻ്റെ, ആ പരാർദ്ധത്തിൻ്റെ അവസാനം എന്ന് വെച്ചാൽ 50ാമത്തെ കൽപ്പം അല്ലേ? അതാണ് 50ാമത്തെ 1000 ചതുർയുഗം, 50ാമത്തെ കൽപ്പം. അതാണ് ഇവിടെ പറഞ്ഞത് തസ്യ ഏവ അന്തേ കൽപ്പ. ആ 50ാമത്തെ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ അഭൂത് ഉണ്ടായിന്ന് യം പാത്മ ഒരു പുതിയ കൽപ്പം ഉണ്ടായി. അതിനെ പാത്മം അഭിചക്ഷതേ പാത്മകൽപ്പം എന്ന് അതിനെ വിളിക്കുന്നു. ആദ്യത്തെ ബ്രഹ്മാവിൻ്റെ 50 കൽപ്പം അവസാനിച്ചു. അതിലെ ഏറ്റവും ആദ്യത്തെ കൽപ്പത്തെ ബ്രഹ്മകൽപ്പം എന്ന് വിളിക്കുന്നു. ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത് അവിടെയാണ്. എന്നാൽ ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ 2ാമത്തെ പരാർദ്ധമാണ് നടക്കുന്നത്, 51ാമത്തെ കൽപ്പം. അതിനെയാണ് 2ാമത്തെ പരാർദ്ധം എന്ന് വിളിക്കുന്നത്. ഇതിലെ 51ാമത്തെ കൽപ്പത്തെ, ഈ കൽപ്പം ആരംഭിക്കുന്നത് ഒരു പത്മത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ കൽപ്പത്തെ പാത്മകൽപ്പം എന്ന് വിളിക്കുന്നു. എന്ന് പറയാൻ കാരണം എന്താ? ഭഗവാന്റെ നാഭിയിൽ 50ാമത്തെ കൽപ്പം അവസാനിച്ചപ്പോൾ നൈമിത്തിക പ്രളയം വന്ന് സർവ്വതും പ്രളയജലത്തിൽ ലയിച്ച് ഒരു സൂക്ഷ്മ രൂപത്തിൽ ഭഗവാന്റെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ആ പ്രപഞ്ചമാകുന്ന സൂക്ഷ്മരൂപം എല്ലാം കൂടി ചേർന്നൊരു താമരമുട്ടായിട്ട് പുറത്തേക്ക് വന്ന് അതിൽ നിന്നാണ്, ആ താമരയിലാണ് പ്രപഞ്ചത്തിന്റെ സകലതും നിലനിന്നിരുന്നത്, ഘടകങ്ങളും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു കൽപ്പം, 51ാമത്തെ കൽപ്പം ഉണ്ടായത്. അപ്പൊ താമരയിൽ നിന്നുണ്ടായത് കൊണ്ട് ഈ കൽപ്പത്തെ പാത്മകൽപ്പം, 51ാമത്തെ കൽപ്പമാണ് അപ്പോൾ പാത്മകൽപ്പം എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ബ്രഹ്മാവിൻ്റെ 51ാമത്തെ കൽപ്പം പാത്മകൽപ്പം. ഈ കൽപ്പത്തിലെ 1000 ചതുർയുഗങ്ങളിലെ 14 മനുക്കൾ ഭരിക്കല്ലോ. അതിലെ 7ാമത്തെ മനുവായ വൈവസ്വത മനുവിൻ്റെ കാലം. ആ വൈവസ്വത മനുവിൻ്റെ കാലത്തിലെ 71, 72 ചതുർയുഗങ്ങൾ ഉണ്ടാവും ഒരു മനുവിൻ്റെ കീഴിൽ. അതിൽ 28ാമത്തെ ചതുർയുഗത്തിലെ സത്യയുഗത്തിലാണ് നമ്മളിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനെയാണ് പാത്മകൽപ്പം എന്ന് പറയുന്നത്. യത് ഹരേ നാഭി, അതിന് കാരണം ഹരേ നാഭി, ഭഗവാൻ ശ്രീഹരിയുടെ നാഭി സരസഹ, നാഭിയാകുന്ന ആ പ്രളയജലത്തില് ലോകസരോരുഹം, ഈ ലോകം മുഴുവനും ഒരു താമരമുട്ടായിട്ട് ആസീത് സ്ഥിതി ചെയ്തു. ആ താമരമുട്ടിൽ നിന്നാണ് ഈ പ്രപഞ്ചം, ലോകം ഉണ്ടായത്. അതുകൊണ്ട് ഈ 51ാമത്തെ കൽപ്പം പിന്നീട് അവിടുന്ന് അതിനെ ഏറ്റവും ആദ്യത്തെ കൽപ്പത്തെ പാത്മകൽപ്പം എന്ന് വിളിക്കുന്നു. 1ാമത്തെ കൽപ്പത്തെ ബ്രഹ്മകൽപ്പം എന്ന് വിളിക്കുന്നു. അന്ന് ശബ്ദബ്രഹ്മമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് ബ്രഹ്മകൽപ്പം. അത് പിന്നെ 50 കൽപ്പം കഴിഞ്ഞു. ബ്രഹ്മാവിൻ്റെ പകുതി ആയുസ് കഴിഞ്ഞു. 100 കൽപ്പാണല്ലോ ആയുസ്, പകുതി ആയുസ് കഴിഞ്ഞു. അതിനെയാണ് ഒരു പരാർദ്ധം എന്ന് വിളിക്കുന്നത്. 2ാമത്തെ പരാർദ്ധം 51 തൊട്ട് 100 വരെയുള്ള കൽപ്പങ്ങളാണ്. അതിൽ 51ാമത്തെ കൽപ്പമാണ് ഇപ്പം നടക്കുന്നത്. ആ 51ാമത്തെ കൽപ്പം എന്ന് പറഞ്ഞ ഒരു കൽപ്പത്തിൽ 1000 ചതുർയുഗങ്ങൾ, അതിൽ 14 മനുക്കളാണ് ഭരിക്കുന്നത്. ആ 14 മനുക്കളിലെ 7ാമത്തെ മനുവായ വൈവസ്വത മനുവിൻ്റെ കീഴിലുള്ള 72 ചതുർയുഗങ്ങളിലെ 28ാമത്തെ ചതുർയുഗത്തിലാണ് വരുന്ന കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്നാണ് ഭാഗവതം പറയുന്നത്. മനസ്സിലായോ? അപ്പം അതിന് ഈ കൽപ്പത്തെ, ഈ 2ാമത്തെ പരാർദ്ധത്തിലെ ആദ്യത്തെ ഈ കൽപ്പത്തെ പാത്മകൽപ്പം എന്ന് വിളിക്കാൻ കാരണം പ്രപഞ്ചം സൂക്ഷ്മരൂപത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു പത്മമായിട്ടാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് ആത്മകൽപ്പം എന്ന് ഇതിനെ വിളിക്കുന്നത്. ഇനി ശ്ലോകം 37. എന്തെങ്കിലും സംശയമുണ്ടോ? ഓ ചോദിച്ചോളൂ. അതല്ലേ പറഞ്ഞേ, ഉണ്ട്. ആദ്യത്തെ 50-ലെ ഏറ്റവും ആദ്യത്തെ കൽപ്പമാണ് ബ്രഹ്മകൽപ്പം. ആ കൽപ്പത്തിലാണ് ബ്രഹ്മാവ് ആദ്യം ഉണ്ടായത് എന്ന്. മനസ്സിലായോ? ഇല്ല. അന്നത്തെ ജനനത്തെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടില്ല. മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പത്തെ കാര്യമാണ്. ഇപ്പോ ബ്രഹ്മാവ് എവിടെന്നാ വന്നത്? പത്മത്തിൽ നിന്നും. പ്രപഞ്ചം ഉണ്ടായത് പത്മത്തിൽ നിന്നും. അപ്പോൾ ഈ കൽപ്പത്തെക്കുറിച്ച്, ഈ കൽപ്പം അതുകൊണ്ട് പാത്മകൽപ്പം എന്ന് വിളിക്കുന്നു എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ബ്രഹ്മാവ് ഇപ്പോഴല്ല ഉണ്ടായത്. ബ്രഹ്മാവിന്റെ ആയുസ് മൊത്തം 100 കൽപ്പാണ്. അതുകൊണ്ട് 1ാമത്തെ കൽപ്പം തൊട്ടേ ബ്രഹ്മാവ് ഉണ്ടാവില്ലേ? അതാണല്ലോ ആയുസ്. ഒരു വയസ്സ് എപ്പോഴാ?
ഒന്നാമത്തെ കൽപ്പം. അന്ന് ബ്രഹ്മാവ് ജനിച്ചത്, അന്നത്തെ ആദ്യത്തെ കൽപ്പത്തെ ബ്രഹ്മകൽപ്പം എന്ന് വിളിച്ചിരുന്നത്. ആ കൽപ്പത്തിലാണ് ബ്രഹ്മാവ് ആദ്യം ആവിർഭവിച്ചത് എന്നാണ് ഭാഗവതം പറയുന്നത്. പക്ഷെ അത് എങ്ങനെ എപ്പോഴൊന്നും പറയുന്നില്ല. എന്നിട്ട് മൈത്രേയ മഹർഷി പറയുന്നു, നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ കൽപ്പം ഉണ്ടല്ലോ, ഈ കൽപ്പത്തെയാണ് പാത്മകൽപ്പം എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ അത് എത്രാമത്തെയാ? 51ാമത്തെ. ആദ്യത്തെ പരാർത്ഥം കഴിഞ്ഞ് 51ാമത്തെ കൽപ്പം. ഈ കൽപ്പത്തിൽ ബ്രഹ്മാവ് ആവിർഭവിച്ചത് ഭഗവാന്റെ നാഭിയിലെ പത്മത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ കൽപ്പത്തിനെ പാത്മകൽപ്പം എന്ന് വിളിക്കുന്നത്. പത്മത്തിൽ നിന്നും ഉണ്ടായ കൽപ്പാണിത്, അതുകൊണ്ട് പാത്മകൽപ്പം എന്ന് വിളിക്കുന്നു. ഈ കൽപ്പത്തിൽ ബ്രഹ്മാവ് ആവിർഭവിച്ച് സൃഷ്ടികർമ്മം നടത്തിയത് ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്നാണ് മൈത്രേയ മഹർഷി പറയുന്നത്. മനസ്സിലായോ? പക്ഷേ എന്ന് വെച്ച് ബ്രഹ്മാവ് ഇപ്പോഴാണ് ഉണ്ടായതെന്ന് ഇനി തെറ്റിദ്ധരിക്കരുതെന്ന്. കാരണം ബ്രഹ്മാവിന് 100 കൽപ്പാണ് ആയുസ്, ആദ്യത്തെ 50 കഴിഞ്ഞിരിക്കണോ, മനസ്സിലായോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ, ആ ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവ് ആവിർഭവിച്ചതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 50 കൽപ്പവും കഴിഞ്ഞിരിക്കുന്നു. അതിലൊക്കെ ഓരോ കൽപ്പത്തിലും മനുക്കൾ ഉണ്ടായിട്ടുണ്ട്, മന്വന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ മനുക്കളും 72, 71 ചതുർയുഗങ്ങളോളം ഭരിച്ച് അങ്ങനെയാണ് 50 കൽപ്പവും കഴിഞ്ഞു പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഓരോ കൽപ്പത്തിലും ഓരോ മനുവിൻ്റെ മാനവരാശിയും വംശങ്ങളും ദേവന്മാരും ഒക്കെ വ്യത്യാസപ്പെട്ടിട്ട് 72 ചതുർയുഗങ്ങളോളം ഒരേ രീതിയിൽ. അത് കഴിഞ്ഞാൽ പിന്നത്തെ വേറെ മനുവായിരിക്കും. അതായത് പുതിയ പുതിയ ആളുകളായിരിക്കും ആ പോസ്റ്റിലേക്ക് വരുന്നത്. അത് ഓരോരുത്തരുടെ പ്രാരാബ്ദങ്ങളൊക്കെ അനുസരിച്ച് മാറിയിട്ട് ഭഗവാൻ തന്നെ ഓരോ പിന്നത്തെ ചതുർയുഗത്തിൽ ഇന്ദ്രനായി നീ വരണം, ഇന്ന ദേവനായി നീ വരണം, അങ്ങനെ അനുഗ്രഹം കൊടുത്ത് അങ്ങനെ കയറി വരുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു യുഗത്തെക്കുറിച്ചാണ് 51ാമത്തെ ബ്രഹ്മാവിൻ്റെ 51ാമത്തെ കൽപ്പം. അതിൽ 14 മനുക്കൾ ഭരിച്ചു. അതിൽ 7ാമത്തെ വൈവസ്വത മനുവിൻ്റെ കാലം. അതിൽ 28ാമത്തെ ചതുർയുഗത്തിൽ അവസാന കലിയുഗത്തിൽ 5000 വർഷങ്ങളോളം ഇപ്പം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ ഏകദേശം? ഇനി ശ്ലോകം 37. അയം തു കഥിതഃ കൽപ്പഃ ദ്വിതീയസ്യ അഭിഭാരത വാരാഹ ഇതി വിഖ്യാതഃ യത്ര ആസീത് സുഖരോ ഹരിഹി. അയം തു, ഇപ്പോൾ നടക്കുന്ന, അയം തു എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കൽപ്പഃ, ഈ കൽപ്പം. അതായത് ഇപ്പോൾ മൈത്രേയ മഹർഷി വിദുരരും തമ്മിലുള്ള ഈ സംവാദം കലിയുഗ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നടന്നിരിക്കുന്നത്, നമുക്കറിയാലോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ 5000 ചില്ലാനം വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതിനേക്കാളൊക്കെ കുറച്ച് മുന്നേ കലിയുഗത്തിൻ്റെ തുടക്കത്തിലാണ് ഈ സംഭാഷണം നടന്നിട്ടുള്ളത്. അപ്പം മൈത്രേയ മഹർഷി പറയുകയാണ്, ഇപ്പോൾ നടക്കുന്ന അയം തു കൽപ്പഃ, ഈ കൽപ്പം ദ്വിതീയസ്യ അഭി ഭാരത. ഭാരത എന്ന് വിളിക്കുന്നത് വിദുരരെ, അല്ലയോ ഭാരത, അല്ലയോ വിദുരരെ. ദ്വിതീയസ്യ അഭി എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ 2ാം പരാർത്ഥമാണെന്ന്. മനസ്സിലായില്ലേ? 2ാം പരാർത്ഥത്തിലാണ്, ആദ്യത്തെ കൽപ്പമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. കഥിതഃ എന്ന് വെച്ചാൽ 2ാം പരാർത്ഥമാണ് ഇത്. ഇതിനെ കഥിതഃ എന്ന് വെച്ചാൽ പറയപ്പെടുന്നത് വരാഹ ഇതി വിഖ്യാതഃ, വരാഹകൽപ്പം എന്നും ഇതിനെ വിളിക്കുന്നു. ഈ പത്മകൽപ്പത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് വരാഹകൽപ്പം. അതിന് കാരണം എത്ര? കാരണം ആസീത്, ഉണ്ടായിരിക്കുന്നു. സുഖരഹ, ആരാ? വരാഹം, പന്നി. വരാഹത്തിൻ്റെ രൂപത്തിൽ ഹരി, ഭഗവാൻ ശ്രീഹരി വരാഹമായി അവതരിച്ചത് ഈ കൽപ്പത്തിലാണ്. അതുകൊണ്ട് ഈ കൽപ്പത്തെ, പാത്മകൽപ്പത്തെ മറ്റൊരു പേരിലും കൂടി വിളിക്കും, വാരാഹകൽപ്പം എന്ന്. മനസ്സിലായില്ലേ? ഇപ്പം മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മാവിൻ്റെ 2ാമത്തെ പരാർത്ഥത്തിലെ ആദ്യത്തെ കൽപ്പമാണ് ഇത്. 51ാമത്തെ കൽപ്പം. ഇതിനെ പത്മത്തിൽ നിന്നുണ്ടായാണ് ബ്രഹ്മാവ് ഉണ്ടായത്, അതുകൊണ്ട് ഇതിനെ പാത്മകൽപ്പം എന്ന് വിളിക്കും. ഇനി ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, വരാഹകൽപ്പം. കാരണം ഭഗവാൻ വരാഹ അവതാരം എടുത്തത് ഈ കൽപ്പത്തിലാണ്. അതുകൊണ്ട് ഇതിനെ വരാഹകൽപ്പം എന്നും വിളിക്കുന്നു. ഇനി ശ്ലോകം 38. കാലഹ അയം ദ്യുപരാർദ്ധാഖ്യായ നിമേഷ ഉപചര്യതേ അവ്യാകൃതസ്യ അനന്തസ്യ അനാഥേ ജഗദാത്മനഃ. അതായത് എന്നിട്ട് പറയാൻ കേട്ടാ, കാലഹ അയം, അതായത് ബ്രഹ്മാവിൻ്റെ 100 കൽപ്പമാകുന്ന ഒരു ജീവിതകാലം. ദ്വിപരാർദ്ധ ആഖ്യായ, ദ്വിപരാർദ്ധം ആഖ്യായ എന്ന് വെച്ചാൽ പറയപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ 100 പരാർദ്ധമാകുന്ന ആ ജീവിതകാലത്തെ ദ്വിപരാർദ്ധം എന്ന് വെച്ചാൽ അറിയാലോ, ദ്വിപരാർദ്ധം, 2 പരാർദ്ധം എന്ന് ആഖ്യായ പറയപ്പെടുന്നു. അതിൽ പകുതി വരുന്ന 50 കൽപ്പം വരുന്നതിനെ പരാർദ്ധം, എന്താ പറയുക, പകുതി അർദ്ധപരാർദ്ധം എന്ന് വിളിക്കുന്നു. അല്ല, പകുതി വരുന്നതിനെ ഒരു പരാർദ്ധം എന്ന് വിളിക്കുന്നു. 50 കൽപ്പത്തെ പിന്നത്തെ പകുതിനെ 2ാമത്തെ കൽപ്പം, 2ാമത്തെ പരാർദ്ധം. അപ്പം 2 ആയപ്പോൾ ദ്വിപരാർദ്ധം എന്ന് മൊത്തത്തിലുള്ള ബ്രഹ്മാവിൻ്റെ ജീവിതകാലത്തെ വിളിക്കുന്നു. എന്നാൽ നിമേഷ ഉപചര്യതേ,
നിമേഷ എന്ന് വെച്ചാൽ ഒരു നിമിഷം, ഉപചര്യത എന്ന് വെച്ചാൽ മാത്രമാണെന്ന്. എന്നാൽ ബ്രഹ്മാവിൻ്റെ ഈ 100 കൽപ്പമാകുന്ന ഈ പരാർത്ഥം ഒരാൾക്ക് അതൊരു നിമിഷം മാത്രമാണെന്ന്. അതാർക്കായിരിക്കും? അവാകൃതസ്യ മാറ്റമില്ലാത്തവനും, അനന്തസ്യ അനന്തനും, അനാദി ആദിയില്ലാത്തവനും, ജഗതാത്മനായി ജഗത്തിൻ്റെ ആത്മാവായിരിക്കുന്നവനുമായ സാക്ഷാൽ പരമാത്മാവിനെ ബ്രഹ്മദേവൻ്റെ 100 കൽപ്പമാകുന്ന ആയുസ് ആ പരമാത്മാവിന് വെറും ഒരു നിമിഷം മാത്രമാണ്. അപ്പം നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ഈശ്വരൻ എത്ര വലുതാണെന്നുള്ളതെന്ന് ഊഹിച്ചു നോക്കും. ബ്രഹ്മാവിൻ്റെ ഈ 100 കൽപ്പം എന്ന് പറയുന്നത് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ? നമ്മുടെ 43,20,000 വർഷമാണ് ഒരു ചതുരയുഗം. അങ്ങനെ രണ്ടാമത്തെ 43,20,000, മൂന്നാമത്തെ അങ്ങനെ 100 വർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. 100 കൽപ്പങ്ങൾ അങ്ങനെ. അതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അത് സാക്ഷാൽ ഭഗവാന് ഒരു നിമിഷം മാത്രമാണ് ആ പരമാത്മാവിന്. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി ശ്ലോകം 39. കാലോ അയം പരമാണു ആദി ദ്വിപരാർദ്ധ അന്ത ഈശ്വരഃ ന ഏവ ഈശിതം പ്രഭോ ഭൂംന ഈശ്വരോ ദാമമാനിനാം. കാലഹ അയം, അതായത് ഈ കാലം എന്ന ശക്തി പരമാണു ആദി, പരമാണുവിൽ തുടങ്ങി ഏറ്റവും ചെറിയ വസ്തുവായ ഏറ്റവും ചെറിയ സമയമായ പരമാണുവിൽ ആദി എന്ന് വെച്ചാൽ അതിൽ തുടങ്ങി ദ്വിപരാർദ്ധ അന്ത, ഏറ്റവും അവസാനിക്കുന്നത് എവിടെയാ? പരമാണു എന്ന സമയത്തിൽ തുടങ്ങി പിന്നെ ഈ സമയം അവസാനിക്കുന്നത് എവിടെയാ? ബ്രഹ്മാവിൻ്റെ ദ്വിപരാർദ്ധമാകുന്ന 100 കൽപ്പങ്ങൾ. അതല്ലേ അതിൻ്റെ അവസാന സമയം. ആ ഏറ്റവും അവസാനം ബ്രഹ്മാവും കൂടി അവസാനിക്കുമ്പോഴല്ലേ എല്ലാം അവസാനിക്കുന്നത്. മറ്റേതോ 1000 ചതുരയുഗങ്ങൾ തോറും അവസാനിക്കുന്നത് ത്രിലോകങ്ങൾ മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ 100 കൽപ്പം അവസാനിക്കുമ്പോഴാണ് എല്ലാം ആയുസ്സും തീരുന്നത്, എല്ലാവരും തീരുന്നത്. അപ്പോൾ ഒരു പരമാണു സമയത്തിൽ തുടങ്ങി ബ്രഹ്മാവിൻ്റെ ദ്വിപരാർദ്ധമാകുന്ന കാലം അവസാനിക്കുന്നത് വരെ, അതാണ് പറയുന്നത്. ആ കാലം എന്ന ശക്തി ഈശ്വരഃ എന്ന് വെച്ചാൽ ആ പ്രകൃതി ശക്തി കാലമായിട്ട് നിൽക്കുന്നു. ആ പ്രകൃതി ശക്തി ഈശ്വരോ ദാമമാനിനാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരീരരൂപത്തിൽ ഇരിക്കുന്നവർക്ക്, അതായത് ഒരു ശരീരമായി അവതരിച്ചവർക്ക്, രൂപമെടുത്തവർക്ക് ഈശ്വരഃ. ആ പ്രകൃതി ശക്തി ഒരു ശരീരമായി മായയിൽപ്പെട്ടിരിക്കുന്നവർക്ക് ഈശ്വരനാണ്. എന്നാൽ പ്രഭുഹു, എല്ലാത്തിൻ്റെയും പ്രഭുവായ ഭൂംനഃ, ആ പരമാത്മാവിന് ന ഏവ ഈശിതം, ആ പരമാത്മാവിൻ്റെ ന ഏവ ഈശിതം, ഈശ്വരനല്ലാന്ന്. കാരണം ആ പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്ന പ്രകൃതി ശക്തി പരമാത്മാവിൻ്റെ ഈശ്വരനല്ല. കാരണം തൻ്റെ തന്നെ ശക്തിയാണ് അത്. ആ പ്രകൃതി ശക്തി ആരുടെ ഈശ്വരനാണ്? ബ്രഹ്മാവ് മുതൽ ഉള്ള സർവചരാചരങ്ങളുടെയും 14 ലോകങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ഈശ്വരനാണ് ആ പ്രകൃതി ശക്തി. എന്നാൽ എല്ലാത്തിൻ്റെയും പ്രഭുവും പരമാത്മാവുമായ പരമാത്മാവിൻ്റെ ഈശ്വരനല്ല, പരമാത്മാവിൻ്റെ നിയന്താവല്ല. ഈശ്വരൻ എന്ന് വെച്ചാൽ നിയന്താവല്ല, ആ പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്ന സ്വന്തം ശക്തിയാണ് ആ പ്രകൃതി ശക്തി. അങ്ങനെ എന്ന ശക്തിയാണ് പരമാണു സമയം മുതൽ ബ്രഹ്മാവിൻ്റെ ദ്വിപരാർദ്ധ കാലം അവസാനിക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന കാലശക്തിയായിട്ട് നമ്മൾ അറിയുന്നത്. മനസ്സിലായ? അത് ബ്രഹ്മാവിൻ്റെ ആയുസ് ഊർധ്വലോകങ്ങളിലിരിക്കുന്നവരുടെ, ബ്രഹ്മാവ് സത്യജനലോകം, മഹർലോകം, ബ്രഹ്മലോകത്തൊക്കെ വസിക്കുന്ന യോഗികളുടെയും ബ്രഹ്മാവിൻ്റെയൊക്കെ 100 കൽപ്പമാകുന്ന ആയുസ്സും നിലനിൽക്കുന്നു. മറ്റു ത്രിലോകങ്ങളിലുള്ളവരുടെ 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ നൈമിത്തിക പ്രളയത്തിൽപ്പെട്ട് ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു. ഇങ്ങനെ എല്ലാം കൂടി വരുന്ന ഈ ഒരു 14 ലോകങ്ങളുടെയും സർവ്വദേവന്മാരുടെയും ചരാചരങ്ങളുടെയും ഒക്കെ ഈശ്വരനാണ്. പക്ഷേ സാക്ഷാൽ പരമാത്മാവിൻ്റെ ഈശ്വരനല്ല. കാരണം പരമാത്മാവിൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് ആ പ്രകൃതി. അതാണ് പറയുന്നത്. ശ്ലോകം 40. വികാരൈ സഹിതഃ യുക്തേ വിശേഷ ആധിപി ആവൃതഃ ആണ്ഡകോശോ ബഹി അയം 50 കോടി വിസ്തൃതഃ. അടുത്ത ശ്ലോകം കൂടി ഒരുമിച്ച് 41. ദശ ഉത്തര അധികൈ യത്ര പ്രവിഷ്ടഃ പരമാണുവത് ലക്ഷ്യതേ അന്തർഗത ച അന്യേ കോടിശോ ഹി അണ്ഡാശയഃ.
പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വികാരേ എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങൾ, വികാരേ എന്ന് വെച്ചാൽ 10 ഇന്ദ്രിയങ്ങൾ, സഹിത അതിൻ്റെ കൂടെ, യുക്തേ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ, മനസ്സ്, അഹങ്കാരം, ബുദ്ധി ഇവയെല്ലാം. ഇനി വിശേഷമായിട്ടുള്ള ഭൂമി, അതായത് പഞ്ചഭൂതങ്ങളിൽ തന്നെ ശ്രേഷ്ഠമായ ഭൂമി, ഇവയാൽ ആദിപി എന്ന് വെച്ചാൽ എന്നിങ്ങനെ മുതലായവയെല്ലാം ചേർത്ത് ആവൃത ആവരണം ചെയ്യപ്പെട്ട. നമുക്കറിയാലോ ബ്രഹ്മാണ്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അണ്ഡകോശ, ബ്രഹ്മാണ്ടകോശം, ആ അണ്ടമുണ്ടല്ലോ അതിന് എത്ര ആവരണങ്ങളുണ്ട്? 10 ഇന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി തുടങ്ങിയ നിരവധി ആവരണങ്ങളാൽ മറയ്ക്കപ്പെട്ട ആ ബ്രഹ്മാണ്ടകോശം അത് 50 കോടി വിസ്തൃത. എത്ര കോടിയാ? 50 കോടി വിസ്താരമുണ്ട് എന്ന് ആ ബ്രഹ്മാണ്ടത്തിന്. അതാണ് 50 കോടി വിസ്തൃത, 50 കോടി വിസ്താരമുള്ള ആ ബ്രഹ്മാണ്ടം. ഇനി അതിൻ്റെ അളവാണ് പിന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദശ ഉത്തര അധികൈ, 10 മടങ്ങ് ഘനം. ദശ ഉത്തര അധികൈ എന്ന് വെച്ചാൽ 10 മടങ്ങ് ഘനവുമുള്ള ആ ബ്രഹ്മാണ്ടം. 50 കോടി വിസ്താരവും 10 മടങ്ങ് ഘനവുമുള്ള ആ ബ്രഹ്മാണ്ടം. അതിൽ എത്ര ആവരണങ്ങളുണ്ട്? പഞ്ചഭൂതങ്ങൾ, മനസ്സ്, അഹങ്കാരം, ബുദ്ധി, പഞ്ചേന്ദ്രിയങ്ങളോ ഇവയാലൊക്കെ ആവരണം ചെയ്യപ്പെട്ട ആ ബ്രഹ്മാണ്ടകോശം. അതിൻ്റെ എത്ര ആ ബ്രഹ്മാണ്ടത്തിലേക്ക് പരമാണുവത് പ്രവിഷ്ട, ഒരു പരമാണുവായിട്ട് ആ ഭഗവാൻ, ആ പരമാത്മാവ് കയറി ചെല്ലുന്നു. ഒരു പരമാണു രൂപത്തിൽ ആ ബ്രഹ്മാണ്ടകോശത്തിൽ വന്നതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? ഹി അണ്ടാശയ കോടിക്കണക്കിന് അണ്ടാശയങ്ങളുണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിൽ, അല്ലേ? ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലാണ് മുഴുവൻ പ്രപഞ്ചവും, എല്ലാത്തിൻ്റെയും അണ്ടാശയിരിക്കുന്നത്, എല്ലാത്തിനെയും ഗർഭം ചുമത്തിരിക്കുന്നതാണ് ഈ ബ്രഹ്മാണ്ടം. കോടിക്കണക്കിന് അണ്ടാശയങ്ങളുള്ള, അതുപോലെ അന്യേ അന്തർഗത, അത് മാത്രമല്ല അന്യേ മറ്റു ആ അണ്ടാശയങ്ങൾ മാത്രമല്ല അതുകൂടാതെയുള്ള മറ്റുള്ള എല്ലാ വിശാല ലോകങ്ങളും ഒക്കെ അന്തർഗത, എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഇത്രയും വലിയ ബ്രഹ്മാണ്ടം ആ പരമാത്മാവിന് പരമാണുവത് ലക്ഷ്യതേ, ഒരു പരമാണു പോലെ ആവുന്നുള്ളൂ ആ പരമാത്മാവിന് ഈ ബ്രഹ്മാണ്ടം എന്ന്. അപ്പോൾ പഞ്ചഭൂതങ്ങളാലും ഭൂമിയാലും പഞ്ചേന്ദ്രിയങ്ങളാലും കർമ്മേന്ദ്രിയങ്ങളാലും മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയാൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള 50 കോടി വിസ്താരമുള്ള 10 മടങ്ങ് ഘനമുള്ള, അതുപോലെ കോടിക്കണക്കിന് അണ്ടാശയങ്ങൾ ഉൾപ്പെടുന്ന, അതുമാത്രമല്ല മറ്റെല്ലാ വിശാല ലോകങ്ങളും ഉൾപ്പെടുന്ന, എല്ലാത്തും സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന ഇത്രയും വലിയ ഈ ബ്രഹ്മാണ്ട കോശം എന്ന് പറയുന്നത് സാക്ഷാൽ പരമാത്മാവിന്, അതിനകത്തേക്ക് ഭഗവാൻ ഒരു പരമാണു രൂപത്തിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഭഗവാന് ഇത്രയും വലിയ ബ്രഹ്മാണ്ട കോശം എന്ന് പറയുന്നത് ഒരു പരമാണു പോലെ ചെറുതാണെന്ന്. അപ്പോൾ ഭഗവാന്റെ വലുപ്പം എത്രയാണെന്ന് ആലോചിക്കാനാണ്. ഭഗവാൻ നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന ആ ഈശ്വരൻ എത്ര വലുതാണെന്നാണ് നമുക്കിവിടെ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ആത്മജ്ഞാനം പകർന്നു തരുമെന്ന് പറഞ്ഞിട്ടാണ് വിദുരർ ചെല്ലുന്നത്. നീ അറിയാൻ ശ്രമിക്കുന്ന ആളുടെ ആ ചൈതന്യം എത്ര വലുതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും വലിയ ബ്രഹ്മാണ്ട കോശം ആ ഭഗവാൻ ഒരു പരമാണു പോലെ ഉള്ളൂ. തത് ആഹു അക്ഷരം ബ്രഹ്മ സർവകാരണം വിഷ്ണോധാമ പരം സാക്ഷാത് പുരുഷസ്യ മഹാത്മന. അങ്ങനെയുള്ള സർവകാരണം, എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതമായ, സർവപ്രപഞ്ചത്തിനും 14 ലോകങ്ങൾക്കും സർവചരാചരങ്ങളുടെയും സൃഷ്ടിയുടെ ആദ്യ ബീജമായ ആദ്യ പരമാണുവായ ആ സാക്ഷാൽ ഭഗവാൻ വിഷ്ണോർധാമ പരം, വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ പരംധാമമായിട്ടുള്ള സാക്ഷാൽ പുരുഷനായിട്ടുള്ള പരമപുരുഷനായ മഹാത്മാവായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയുന്നത് തതു ആഹു അക്ഷരം ബ്രഹ്മ. അക്ഷരം ബ്രഹ്മ എന്ന് അതിനെ ആഹു പറയപ്പെടുന്നു. അക്ഷരം ബ്രഹ്മ എന്ന് വെച്ചാൽ അക്ഷരം നശിക്കാത്തത്, നാശമില്ലാത്ത ബ്രഹ്മം എന്ന് ആ ഈശ്വര ചൈതന്യത്തെ യഥാർത്ഥത്തിൽ പറയപ്പെടുന്നു. എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള, എല്ലാ ഭഗവാന്റെ പരമധാമമായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള മഹാത്മാവായ ആ ഭഗവാനെ വിളിക്കുന്ന പേര് അക്ഷരം ബ്രഹ്മ. ഒരിക്കലും നാശമില്ലാത്ത ബ്രഹ്മമെന്ന് ആ ഭഗവാനെ വിളിക്കുന്നു എന്നാണ് മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായ? അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ